ഡിവൈഫൈയുടെ പൊന്നും വിലയുള്ള മിന്നും താരം. ഇങ്ങനൊക്കെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്. ഞാൻ മമ്മിയോട് ചോദിക്കും, ഇത് ഏത് വീടാ? കൊല്ലം കണ്ടാ ഇല്ല വേണ്ടെന്ന് പറയുന്നത് വെറുതെ പറയുന്നതൊന്നും അല്ല. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കറിയില്ല. അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊന്നും ഇല്ല. നീ ഇപ്പൊ കയ്യിൽ നിന്ന് ഇട്ടതാ. കൊല്ലത്താകെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കത്തേ ഇല്ല. അങ്ങനെ ഒരു സംഭവമേ കൊല്ലത്തില്ല. നൈല ഉഷേനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ടോ? കൊള്ളാലോ. അതുപോലെയൊക്കെ ഞാൻ ചില്ല് ചെയ്ത് നടന്നേനെ. സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് പ്രിയപ്പെട്ട ഒരു ഇരയായിരുന്നു. ഇപ്പം അധികം അങ്ങോട്ട് കാണാറില്ല. ട്രോളന്മാരൊക്കെ കുറച്ച് ബിസി ആയി കാണും. അവരിപ്പോൾ എന്നെ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ജിമിക്കി കമ്മൽ ഇഷ്ടമല്ല. ജിമിക്കി കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ചിരി ഫേക്ക് ആണെന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല ചിരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു? എത്രയോ പ്രസംഗവേദികളിൽ പ്രസിദ്ധിക്കുന്ന ആ ചിന്ത ഇവിടെ പോയി. ഇതിപ്പോ വളരെ മനോഹരമായി സംസാരിക്കുന്ന 4 സുന്ദരി കുട്ടികളുടെ മുമ്പിലിരിക്കുമ്പോൾ ഇത്ര അഗ്രസീവായ പോരെ? ചിന്തയെ കുറിച്ച് വന്ന ഏത് വിവാദമാണ് ഡിലീറ്റ് ചെയ്യാം. പൊരിച്ച മീൻ കിട്ടാത്തത് കൊണ്ട് ഫെമിനിസ്റ്റ് ആയി. അതിന്റെ താഴത്തെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കമന്റ് ഒന്നും നോക്കാറില്ല. ഞാൻ വലിയ കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫാൻസി ഡ്രസ്സിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരെണ്ണത്തെ തന്നെ ഇവര് ഫാൻസി ഡ്രസ്സിന് മത്സരിപ്പിക്കത്തില്ല. ഇംഗ്ലീഷ് സ്പീച്ച്, മലയാളം സ്പീച്ച്. എൻ്റെ ഒരു ആഗ്രഹം മെസ്സി ഒരു 3 ഗോളൊക്കെ അടിച്ച് ഗോൾഡൻ ബൂട്ടൊക്കെ ആയിട്ട് വീരോചിതമായൊരു പടിയിറക്കം. എല്ലാരും പറയുന്നത്. നീ സ്പെയിനാ? സ്പെയിൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു നിലപാടിനോടൊപ്പമാണ് ഞാൻ. അത് പാലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഒരു മനുഷ്യനെതിരെ പോലും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രയോഗിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞു മടുത്തതാണ്. ഇപ്പൊ ശൈല ടീച്ചറെ ഒതുക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. വാർത്ത കൊടുക്കുന്നത് പാർട്ടിക്കകത്തു നിന്നുള്ള ആളുകൾ അല്ല, അതൊക്കെ വെറുതെ പറയുന്നത്. ചിന്താജറും ഡെയിലി റൊട്ടീൻ ഗൂഗിളിലുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. സെർച്ച് ചെയ്യുന്നത് ഞാനൊരു നീണ്ട ലിസ്റ്റ് അങ്ങ് അയച്ചു കൊടുത്തു. ഞാൻ അമ്പിളിമാമന് വേണമെന്ന് പറഞ്ഞാലും മധുസാറ് പിടിച്ചു തരുന്ന നിലയിലുള്ള വലിയ സ്നേഹമാണ് എൻ്റെ അടുത്ത്. ക്യാപ്റ്റൻ എന്ന പേര് പറയുമ്പോൾ പിണറായി സഖാവിന്റെ മുഖം പെട്ടെന്ന് ഓർമ്മ വരും. കനൽ വഴികൾ താണ്ടി വാഴക്കുല സെൽഫി, ജിമിക്കി കമ്മൽ തുടങ്ങിയ വിവാദങ്ങളുടെ വേലിയേറ്റങ്ങളെ നിറഞ്ഞ ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ട SFIയുടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റി വരെ എത്തി നിൽക്കുന്ന യുവജന കമ്മീഷന്റെ മുൻ അധ്യക്ഷ കൂടിയായ ഒരു ഫയർ ബ്രാൻഡിനെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡിവൈഫൈയുടെ പൊന്നും വിലയുള്ള മിന്നും താരം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരു നീണ്ട കഥ ഇങ്ങനെ അങ്ങ് പോകും. ചിന്താചരവും വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയും വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഈ സിമ്പിളായ പരിപാടിയിലേക്ക് വളരെ ഹമ്പിളായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചിന്താ ജെറോം, വെൽക്കം ടു പൊളിറ്റിക്കൽ ടീം. താങ്ക് യു. ഇതിലും കിട്ടില്ല ഇൻട്രോ ഒക്കെ ഞാൻ തന്നേനെ. കുറച്ചുകൂടി പോയി. എങ്ങനെയുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമൊക്കെ? ഇപ്പോൾ ഫുൾ ഇരുട്ടല്ലേ കേരളത്തിലാകെ. അതല്ലേ ജനങ്ങള് ഇന്ദിരാക്കട്ടല്ലേ എല്ലായിടത്തും. ടൈം കിട്ടുമ്പോൾ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, വസ്തുതയല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഭരണത്തിൽ വന്നിട്ട്. പക്ഷേ 10 വർഷമായിട്ട് കേരളം കാണാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പവർ കട്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇപ്പം ജനങ്ങൾക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ 10 വർഷം കേരളം കണ്ട കാര്യങ്ങൾ ആൾക്കാർ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി നിൽക്കുകയാണ്. എന്താണ് പരാജയത്തിന് കാരണമെന്നുള്ളത് അടിത്തട്ടിൽ വരെ പോയി പരിശോധിച്ച് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ആളിനെ അങ്ങോട്ട് കാണുന്നില്ലല്ലോ, ആൾക്കാർക്ക് പഴയ പോലെ കിട്ടുന്നില്ല. അങ്ങനെ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കൊല്ലത്ത് മാത്രം മമ്മി ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ തിരക്കായി പോകുന്നു, മമ്മിക്ക് പഴയതുപോലെ കിട്ടുന്നില്ല. പരാതി മമ്മിക്ക് മാത്രമാണ്. ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ടോ? അതോ ഇപ്പോ മുന്നേക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് പ്രിയപ്പെട്ട ഒരു ഇരയായിരുന്നു ചിന്താ ജെറോം എന്ന് പറയുന്നത്. ഇപ്പൊ അധികം അങ്ങോട്ട് കാണാറില്ല. മനഃപൂർവ്വമാണോ മാറിയിരിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ? ഇപ്പം ട്രോളന്മാരൊക്കെ കുറച്ച് ബിസി ആയി കാണും. അവരിപ്പൊ എന്നെ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ? അതോ ഇനി എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കൂടുതൽ ചിന്തിക്കാറുണ്ടോ? അങ്ങനെയില്ല, ഞാൻ പണ്ടും ഇപ്പോഴും ഒക്കെ ഒരുപോലെ തന്നെ സംസാരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കൊക്കെ ട്രോള് വരികയും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാര്യം പറയുമ്പോഴും ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നാളെ പറഞ്ഞേക്കാം എന്നൊരു തോന്നലുള്ളത് കൊണ്ടൊന്ന് ശ്രദ്ധിച്ച് പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വിജയിക്കാറൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ കൂടുതലും സെലക്റ്റീവായിട്ട് മാത്രമാണ് പ്രതികരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം മുൻകൂട്ടി എടുത്തതാണോ, അതോ അല്ലെങ്കിൽ ട്രോൾമാരെ ഇരയായതുകൊണ്ട് തീരുമാനിക്കുന്നതാണോ? അല്ല, ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ
പറയേണ്ട സമയത്ത് പറയാറുണ്ട്. പിന്നെ എന്താണ്, നമ്മളിപ്പം ഓരോ പ്രവർത്തിക്കുന്ന മേഖലയിൽ വ്യത്യാസമുണ്ടല്ലോ. നേരത്തെ ഞാൻ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ അന്ന് കുറച്ചുകൂടി വിദ്യാഭ്യാസ സമരങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തുള്ള വിഷയങ്ങൾക്കകത്ത് അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. പിന്നീട് യൂത്ത് കമ്മീഷൻ്റെ ചുമതലയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി പബ്ലിക്കായി കാര്യങ്ങൾ പറയാനുള്ളൊരു വേദി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലാണ്. അപ്പം ഞാൻ കൂടുതലും പാർട്ടി സംഘടനയ്ക്കകത്താണ് ശ്രദ്ധിക്കുന്നത്. അപ്പം പാർട്ടിക്കകത്തുള്ള കമ്മിറ്റികൾ, ജനറൽ ബോഡികൾ, അതിലൊക്കെ പങ്കെടുക്കാനാണ് കൂടുതലും ചുമതല ഇപ്പം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അതാണ് ഈ പബ്ലിക്കായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പലപ്പോഴും കാണാതെ പോകുന്നത്. നമുക്ക് ഓരോ സമയത്തും പാർട്ടി ഓരോ ഉത്തരവാദിത്തം തരുമല്ലോ. അപ്പം ഇപ്പം തന്നിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിന്തിച്ച് കുറച്ചും കൂടി കാമായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ആ ഒരു പഴയ ഞാൻ ഫയർ ബ്രാൻഡ് എന്നൊക്കെ വിളിച്ച് പറയുകയും ചെയ്ത് ആ ഒരു പൊട്ടിത്തെറിയൊന്നും കാണാനില്ല. ഒരു പാവം ഭയങ്കര കാമായിട്ടുള്ളൊരു ആള് പൊതുവെ ഇങ്ങനാണോ അതോ ഇവിടെ വന്നതിന്റെ ഒരു ഇതാണ്? അല്ലല്ല, ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളതും നമ്മള് പ്രസംഗവേദികളെ ത്രസിപ്പിക്കുന്ന ആ ചിന്ത ഇവിടെ പോയി. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രസംഗിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പം അതിൽ എതിരാളികൾ നമ്മുടെ രാഷ്ട്രീയ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ചിലപ്പം കളവ് പറയും. അതൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുക, ചൂടാവുക, അഗ്രസീവായി പറയുക. ഇതിപ്പോൾ വളരെ മനോഹരമായി സംസാരിക്കുന്ന 4 സുന്ദരി കുട്ടികളുടെ മുമ്പിലിരിക്കുമ്പോൾ ഇത്ര അഗ്രസീവായി പോരെ? ചാനൽ ചർച്ചയിലൊന്നും ഇപ്പൊ അങ്ങനെ കാണാറില്ലല്ലോ. പോകാറുണ്ട്. അത് ഓരോ വിഷയങ്ങൾക്ക് അനുസൃതമാണല്ലോ. പോകേണ്ട ചില ഘട്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് പോകാറുണ്ട്. എന്താ മിണ്ടാതിരിക്കുന്നു? ചോദിക്കുക. സംസാരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നല്ല ചിരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എത്രയോ പേർ, പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്, എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ല. ചിലർ പറയും എൻ്റെ ചിരി ഫേക്കാണെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം ഇടയ്ക്ക് സ്നേഹത്തെ തന്നെ പറഞ്ഞതാണ്, എപ്പോഴും ഇങ്ങനെ ചിരിക്കണ്ട, അപ്പം നിങ്ങളൊരു ഫേക്കാണെന്ന് തോന്നുന്നു. അതെ അതെ. കാരണം എൻ്റെ ഒരു രീതി അതാണ്. ഞാൻ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതായാലും ഒരു ക്യാമറ കാണുമ്പോഴേ നമ്മൾ ചിരിക്കും. പണ്ട് തൊട്ടേ ശീലിച്ചതാ. പുതിയ ആറ്റിറ്റ്യൂഡ് ഇട്ടൊന്നും നിൽക്കാറങ്ങനെ ഇല്ല. ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ അധ്യാപനം അതൊക്കെ അതിനൊക്കപ്പുറം ആരാണ് ചിന്ത? ലൈക്ക് എന്താണ് ഈ ഹോബീസ്? എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ എന്തും ചെയ്യും. ഞാൻ എൻ്റെ വളരെ അടുപ്പമുള്ളൊരു സർക്കിൾ, ഫ്രണ്ട്സിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞാൻ കൂട്ടത്തിൽ കൂടിയാൽ ആ ഗ്യാങ് എങ്ങനെയാണോ അതിനോടൊപ്പം ഞാനങ്ങ് സിങ്കായി പോകുന്ന ഒരാളാണ്. വളരെ സൈലൻ്റ് ആയൊരു സ്ഥലത്തെത്തിയാൽ ഞാനും കുറച്ച് നേരം സൈലൻ്റ് ആയിരിക്കും. പക്ഷെ നല്ല ചിൽ വൈബൊക്കെ ആണെങ്കിൽ ഞാൻ അതിനോടൊപ്പം അങ്ങ് ചില്ലാവുന്ന, പെട്ടെന്ന് എല്ലാ ഗ്രൂപ്പിനോടൊപ്പവും ജെല്ലായി പോകുന്ന ഒരു ആളാണ് ഞാൻ. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് കുറച്ചൊന്ന് മാറിയിരിക്കണമെന്നൊക്കെ തോന്നും. നമ്മൾ പൊതുരംഗത്ത് വന്നതുകൊണ്ട് മാത്രം എക്സ്ട്രോവേർട്ട് ആവുന്നതാണ്. ഞാൻ വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് പപ്പായും മമ്മിയും ഞാനും മാത്രം. അപ്പോൾ എനിക്ക് സഹോദരങ്ങളൊന്നും വീട്ടിൽ കളിക്കാനില്ല. കസിൻസ് ആയാലും അടുത്തങ്ങനെ ആരും ഇല്ല. നൈബേഴ്സ് ആയാലും എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് അവരുമായിട്ടൊക്കെ കളിക്കാനും സംസാരിക്കാനും വർത്താനം പറയാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ പോയങ്ങ് ആ കൂട്ടത്തിൽ കൂടുന്ന ആളാണ് ഞാൻ. വാഴ 2 കണ്ടപ്പം ഈ ഒരു എന്താണ് സിബ്ലിങ്സിൻ്റെ ഇത് കാണുമ്പോൾ ഞാൻ ഓർത്തു തമ്മിൽ പിണങ്ങി പോവല്ലേ, ഇടാൻ ആളില്ലല്ലേ. അല്ല, പക്ഷെ എനിക്ക് ഒരുപാട് പേര് അത് ഇടാനുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു സംഘടനയുണ്ടല്ലോ, SFIയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടാത്ത സാഹോദര്യം ഇല്ല. കാരണം അത്രമാത്രം സഹോദരങ്ങളാണ്. ഇന്നലെ തന്നെ ഞാൻ കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് ഞാനും മമ്മിയും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുണ്ട് ഗോപികൃഷ്ണൻ. അപ്പോൾ ഗോപിയാണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. ചേച്ചി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോഴിക്കോട് പോകുന്നു എന്ന് പറഞ്ഞു. ഏത് ട്രെയിനെന്ന് ചോദിച്ചു, പറഞ്ഞു. പക്ഷെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പം അവനവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനിയനുണ്ടെങ്കിൽ എങ്ങനെയാണോ എന്നെ ട്രെയിൻ കയറ്റി വിടുന്നത്, അതുപോലെ ട്രെയിൻ കയറ്റി യാത്ര പറഞ്ഞ് പോകുവാണ്. അപ്പം ഞാൻ മനസ്സിലോർക്കും ഈ സംഘടന തന്നൊരു വലിയ ബന്ധം, അതിൻ്റെ ഒരു സാഹോദര്യം, അത് എനിക്ക് ജീവിതത്തിൽ ഞാൻ അമ്മ അച്ഛൻ എന്ന് പറയുന്ന ഒരു കുടുംബമാണെങ്കിലും എനിക്ക് അതിനപ്പുറത്തേക്ക് വലിയൊരു സാഹോദര്യം സമ്മാനിച്ച ഒരു സംഘടനയാണ് SFI ആയാലും
അതുപോലെ തന്നെ പാർട്ടിയും. ഈ സംഘടനയിൽ മാത്രമേ ഉള്ളൂ അതോ ഓപ്പോസിറ്റ് നിൽക്കുന്ന എതിർപക്ഷത്ത് അങ്ങനെ ആരെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ? ഒരുപാട് വ്യക്തിപരമായ സൗഹൃദങ്ങളും അടുപ്പവും ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്നതും അങ്ങനെ ഒരാളുടെ ഒരു കോഫി കുടിക്കണം എന്ന് തോന്നിയാൽ എതിർപക്ഷത്തുള്ള ആരും അതിപ്പം കോഫി കുടിക്കാൻ നമ്മൾ അവരെ ക്ഷണിക്കുമ്പം അവർക്കും തിരക്കും ഇതെല്ലാം ഉണ്ടല്ലോ. അവരുമായിട്ടൊന്നും നിരന്തരമായ അവർ വന്നു വിചാരിക്കും ആരായിരിക്കും വരിക? അങ്ങനെയല്ല, നിരന്തരമായൊരു കണക്ഷൻ അങ്ങനെ എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ സുഹൃത്തുക്കളുമായിട്ടില്ല. പക്ഷെ നമ്മളൊരു ചാനൽ ചർച്ചയിൽ കാണുകയോ അല്ലെങ്കിൽ പുറത്തൊരു പൊതുപരിപാടിയിൽ കാണുകയോ ചെയ്താൽ വളരെ ഊഷ്മളമായ ബന്ധവും സൗഹൃദവും തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നിരന്തരമായൊരു കോണ്ടാക്റ്റ് തുടരുന്നൊരു സൗഹൃദങ്ങൾ അങ്ങനെ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ കുറവാണ്. പിന്നെയും ഉള്ളത് കനയ്യകുമാറുമായിട്ടാണ്. കാരണം കനയ്യ CPIയിലുള്ള സമയത്ത് നല്ലൊരു അടുപ്പമായിരുന്നു ഞാനുമായിട്ട്. പിന്നീടാണ് കനയ്യ കോൺഗ്രസ്സിലേക്ക് പോയത്. ഡൽഹിയിലൊക്കെ പോകുന്നു എന്നുള്ള ഇത് വരുന്ന സമയത്ത് കനയ്യായിട്ട് കുറച്ചുകൂടി ആ പഴയൊരു അടുപ്പം ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമായിട്ട് അങ്ങനെ ഒരു കോഫിക്ക് വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അടുപ്പം ഇല്ലെങ്കിൽ പോലും ഇപ്പം ഞങ്ങളൊരു ഭക്ഷണം കഴിക്കുന്ന കടയിൽ വെച്ച് കാണുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ടേബിളിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ചിന്തേനെ കോഫിക്ക് വിളിച്ച ആരെങ്കിലും എതിർ പാർട്ടിയിലുണ്ടോ? ഒരു കോഫി കുടിക്കാൻ, ഒരു പുറത്തു പോവാൻ? അതെ അതെ. അതെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങോട്ടാ? അതെങ്ങോട്ടാ അത് പറ. ഞാൻ നോർമലി ചോദിച്ചതാണ് ഒരു കോഫി കുടിക്കാൻ. മനസ്സിൽ വെച്ചിട്ട് തന്നെ ചോദിച്ചത്. ഞങ്ങള് ഇപ്പം പുറത്ത് നമ്മൾ കാണുമ്പം അതിൻ്റെ അടുത്ത് കടകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ചായ കുടിച്ചിട്ട് പോകാന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെയൊക്കെ. ഈ വിവാഹം അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും ജീവിതത്തിൽ കേൾക്കുന്ന ചോദ്യമല്ലേ. അത് കേൾക്കാത്ത പെൺകുട്ടികളാണ്. ഞാൻ എപ്പോഴും പറയും, ചെറുപ്പം തൊട്ട് വളരുമ്പോഴേ കേൾക്കുന്നതാണ്, നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്. അപ്പം ഞാൻ മമ്മിയോട് ചോദിക്കും, ഇത് ഏത് വീടാണ്? എപ്പോഴും ഞാൻ മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും കേട്ട് വളരുന്നൊരു സാധനമാണ്, മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്. അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളെയൊക്കെ ഫേസ് ചെയ്യാതെ പോകാൻ ശരാശരി മലയാളിയെ സംബന്ധിച്ച് പറ്റില്ലല്ലോ. അതൊക്കെ അതൊരു മലയാളി ഫിനോമിനൻ ആണെന്ന് തോന്നുന്നില്ല. മൊത്തം ലോകത്ത് എല്ലായിടത്തും ഒരു ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ പാശ്ചാത്യ രാജ്യങ്ങളെ നമുക്ക് കുറച്ചുകൂടെ മാറ്റി നിർത്താം. പക്ഷെ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരു സമയം കഴിയുമ്പോൾ ഒരു ചിന്താഗതികൾ എല്ലാവരും ചോദിക്കും, ഈ ഏതെങ്കിലും ഒരു പ്രമുഖ ആങ്കറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ചോദിക്കാം, എന്നാന്നേ ഇങ്ങനെ നടക്കുന്നേ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇങ്ങനെ ആ ആങ്കറിനെ ഇമിറ്റേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ എന്തായാലും ഫുഡ് കൂടെ തരണം. അത് റെഡിയാക്കാം. ശരിക്കും അങ്ങനെ ആരോടെങ്കിലും ഒരു പ്രണയസഖാവ് ജീവിതത്തിലുണ്ടോ? ഇവിടെ വെളിപ്പെടുത്താൻ പറ്റിയ ഒരു പ്രണയം ഉള്ളിലുണ്ടെന്ന് ആ കണ്ണുകൾ പറയുന്നു, ആ ചിരിക്കുന്ന കണ്ണുകൾ ഞങ്ങളോട് പറയുന്നു. ആരും ഉണ്ട്? പ്രണയിക്കാത്തവരാരുണ്ട് ഗോപു? അതെ 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 അതെ. അല്ല, പ്രണയമാണല്ലോ മനുഷ്യനെ എപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കാനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രണയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതിൽ തുറന്നു പറഞ്ഞാൽ മമ്മി ഓടിരിക്കുന്നു, ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. മമ്മി അറിയാത്ത കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലല്ലോ. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് വളരെ റെയർ ആണല്ലോ. അപ്പൊ ഫാമിലി എങ്ങനെയാണ്? ഇപ്പം മമ്മിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു, മോളെ കാണാൻ കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അവരിതിനോട് കോപ്പപ്പ് ചെയ്ത്? ഒരാളല്ലേ ഉള്ളൂ, ഒരു മകളല്ലേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് അവരിതിനോടൊക്കെ കോപ്പപ്പ് ചെയ്തിട്ടുള്ളത്? ഞാൻ വീട്ടിൽ ഇടതുപക്ഷ അന്തരീക്ഷമുള്ളൊരു കുടുംബമായിരുന്നു. പപ്പായും മമ്മിയും അധ്യാപകരായിരുന്നു. രണ്ടുപേരും ഇടതുപക്ഷ അധ്യാപക സംഘടന KSTAയുടെ പ്രവർത്തകരാണ്. അപ്പോൾ അച്ഛനും അമ്മയും എനിക്ക് വീട്ടിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളും എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയം, അതുമായി അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു പൊതുയോഗങ്ങളിൽ കൊണ്ടുപോവുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊല്ലത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പം പപ്പായും മമ്മിയും കൂടി എന്നെ അതിൻ്റെ പൊതുസമ്മേളനം കാണാൻ കൊണ്ടുപോയി. എൻ്റെ മനസ്സിൽ ഇപ്പോഴും നല്ല നിറത്തോടു കൂടി നിൽക്കുന്നൊരു ഓർമ്മയാണത്, പപ്പായുടെ കൂടെ പോയി ആ പൊതുസമ്മേളനം കൊല്ലത്ത് വെച്ച് കാണുന്നത്. അപ്പോൾ അതിൽ അന്ന് EMSൻ്റെ പ്രസംഗമുണ്ട്. അന്ന് പാർട്ടി നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ബേബി സഖാവ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ ഇത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ബേബി സഖാവിൻ്റെ പ്രസംഗം കേട്ടോ, ഇംഗ്ലീഷും മലയാളവും ഇതുപോലെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവിനെ കണ്ടോ? നമ്മുടെ കൊല്ലംകാരനാണ്, അഷ്ടമുടിയുടെ തീരത്തുള്ള ഒരു നമ്മുടെ നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് ബേബി സഖാവിനെ കുറിച്ച് എനിക്കന്ന് പപ്പ പറഞ്ഞു തന്നത്. ഞാൻ വളരെ ചെറുതാണ്, അപ്പം എനിക്കത് മനസ്സിലിപ്പോഴും നല്ല ഓർമ്മയാണ്. പപ്പ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് വലിയ ഓർമ്മയാണ്. അതുപോലെ അഴീക്കോട് മാഷിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ കൊണ്ടുപോകും. എന്നിട്ട് പപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്, സാഗര ഗർജനം പോലെയാണ് സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സാഗര ഗർജനം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ പറയും, ഇങ്ങനെ തിരമാല അടിച്ചു പൊങ്ങി താന്നു പോകുന്നത് പോലെയാണ്.
അപ്പോൾ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശാന്തമായി തുടങ്ങി അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി ഇങ്ങനെ താഴേക്ക് വരണം. അതൊക്കെ ഇങ്ങനെ പപ്പ പറഞ്ഞു തരും. പിന്നെ ചെറിയ ഹൈസ്കൂൾ പ്രസംഗങ്ങൾ, LP പ്രസംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ബുക്കുകൾ കിട്ടും. അപ്പോൾ ഈ ബുക്കുകൾ മേടിച്ചുകൊണ്ട് തന്നിട്ട് എൻ്റെ അടുത്ത് ഇത് വായിക്കാൻ പറയും. എന്നിട്ട് ഇത് വായിച്ച് ഞാൻ ഓരോ പ്രസംഗവും കാണാതെ പഠിച്ച് പപ്പായുടെ അടുത്ത് വന്ന് പറഞ്ഞ് കേൾപ്പിക്കും. എന്നിട്ട് പപ്പായി ഇതൊരു അവാർഡ് കിട്ടിയ സന്തോഷമാണ് ഞാൻ പ്രസംഗം പറഞ്ഞു കഴിയുമ്പോൾ. എന്നിട്ട് പപ്പയുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇവർ ഒത്തുകൂടുന്ന സായാഹ്നങ്ങളിൽ എന്നെ പിടിച്ചു നിർത്തി പ്രസംഗിപ്പിക്കും. അപ്പം സാധാരണ ആ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ അച്ഛനും അമ്മയും പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്നെ എന്താണെന്നറിയില്ല, ഇവർ ആ ഒരു മേഖലയിലേക്കാണ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കി തന്നത്. ഞാൻ വലിയ കരച്ചിൽ കരഞ്ഞിട്ടുണ്ട് എനിക്ക് ഫാൻസി ഡ്രസ്സിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരെണ്ണത്തെ തന്നെ ഇവർ ഫാൻസി ഡ്രസ്സിന് മത്സരിപ്പിക്കത്തില്ല. ഇംഗ്ലീഷ് സ്പീച്ച്, മലയാളം സ്പീച്ച്, ഇത് രണ്ടും, എലക്യൂഷൻ ഇംഗ്ലീഷ്, എലക്യൂഷൻ മലയാളം, ഇത് രണ്ടിനും എൻ്റെ പേര് കൊടുക്കും. എന്നിട്ട് എന്നെ കൊണ്ടുപോയി മത്സരിപ്പിക്കും. 16 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടിയാണ് ചിന്ത. വീടിന്റെ പേര് ചിന്ത ലാൻഡ് എന്നാണല്ലേ? അപ്പോൾ ആ ഒരു പേരും അതുമായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? പിന്നെ വീട്ടില് അങ്ങനെ ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴാണെങ്കിലും? അതൊക്കെ എങ്ങനെയാ സർവൈവ് ചെയ്യുന്നത്? ചിന്താ വാരികയിൽ നിന്നാണ് ചിന്ത എന്നുള്ള പേര് വന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അത് പപ്പയ്ക്കും മമ്മിക്കും ഞാൻ പറഞ്ഞല്ലോ 16 വർഷക്കാലം കുട്ടികളില്ല. അപ്പം ഞാൻ ജനിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവർക്ക് വളരെ സന്തോഷമാണ്. പിന്നെ ഒരു പ്രഷ്യസ് ബേബിയാണ് 16 വർഷത്തിന് ശേഷം കിട്ടുന്നു. അപ്പം ഇന്നത്തെ പോലൊരു കാലമല്ലല്ലോ, കുറച്ചുകൂടി 16 വർഷം കഴിഞ്ഞൊരു കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ അമ്മയെ സംബന്ധിച്ചുണ്ട്. അമ്മയുടെ പ്രായം ആ സമയത്ത്. അപ്പം കൊല്ലത്ത് നായേഴ്സ് ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പം അവിടെയും ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഒക്കെ വലിയ സന്തോഷമാണ്. കാരണം ഇത്രയും നാളിന് ശേഷം ഒരു കുഞ്ഞ് വരുന്നു. അപ്പോൾ സി വെച്ചൊരു പേര് വേണം എന്ന് പപ്പയ്ക്കൊരാഗ്രഹമുണ്ട്. കാരണം പപ്പായുടെ അപ്പച്ചൻ്റെ പേര് ചിന്നപ്പൻ ഫെർണാണ്ടസ് എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ടാവണമെന്ന് കരുതി സി വെച്ചൊരു പേര് വേണം. അങ്ങനെ പല പേരുകളും ഇരുന്ന് ആലോചിച്ചാണ് ജോസൂട്ടി സഖാവുണ്ട്, നമ്മുടെ പാർട്ടിയുടെ കുണ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹവും എല്ലാം ചിന്താ വാരികയെക്കുറിച്ചൊക്കെ ഉള്ളൊരു സംഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പപ്പായുടെ ജ്യേഷ്ഠൻ ഹെൻറി സാറ്, അദ്ദേഹവും ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അപ്പോൾ അപ്പേനും പപ്പായും മമ്മിയും എല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു പേര്. അത് വളരെ സെക്കുലറായൊരു പേരായി, ഒരുപാട് ചിന്തിച്ചിട്ട പേരാ. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ചിന്ത എന്നുള്ള പേര് ഒരു യുണീക്കാണ്, സെക്കുലറാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കൂടെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ സെൽഫി എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് സൂക്ഷിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചിന്ത, അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? സെൽഫി എടുക്കുന്ന ആ ഒരു വിവാദവും എല്ലാം അത് ഞാൻ പറഞ്ഞു. പണ്ട് ഞാനൊരു യോഗത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ തന്ന വിഷയം മാറുന്ന തലമുറ എന്നുള്ളതാണ്. മാറുന്ന തലമുറയും മാറുന്ന ശീലങ്ങളും. അപ്പോൾ അതിന് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. പാട്ട്, പുതിയ തലമുറയുടെ പാട്ട്, പാട്ടിനോടുള്ള ഇഷ്ടം, പുതിയ സിനിമാ ഗാനങ്ങൾ, പുതിയ ഓരോ നമ്മുടെ സ്വഭാവ രീതികൾ, ഇപ്പം സെൽഫി എടുക്കുന്നു, ഇപ്പോൾ ഈ കാലഘട്ടം അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ആ ഭാഗം വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ സെൽഫി എടുക്കില്ല എന്നല്ല. അങ്ങനെ എനിക്ക് വാശി പിടിച്ച് നിൽക്കാനും പറ്റില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞു മടുത്തതാണ്. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ എപ്പോഴോ ഒരു അർജന്റീന ജേഴ്സി ഒക്കെ ഇട്ടിട്ടൊരു ഫോട്ടോ കണ്ടിരുന്നു. ഫൈനൽ കണ്ടിരുന്നു? പിന്നെ ഫൈനൽ എല്ലാ കളികളും കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അർജന്റീന കളിച്ച കളികളൊന്നും അങ്ങനെ വലുതായിട്ട് മിസ്സായിട്ടില്ല. ഇടയ്ക്ക് യാത്രയിലാണെങ്കിലും ഞാൻ വിളിച്ച് സ്കോറെല്ലാം തിരക്കി അല്ലെങ്കിൽ ഫോണിൽ കാണുന്നുണ്ടായിരുന്നു. ഫൈനൽ കൊല്ലത്ത് പോളയത്തോട് യൂത്ത് സെൻറ്ററിലാണ് കണ്ടത്. മെസ്സി കരയുന്ന കണ്ടിട്ട് കരഞ്ഞോ? പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാം വലിയ സങ്കടമായല്ലോ അവസാനമായപ്പോൾ. കാരണം അർജന്റീനൻ ഫാൻസ് മാത്രമല്ല, മെസ്സി എന്ന് പറയുന്നൊരു കളിക്കാരനോടുള്ളൊരു വലിയ ഇഷ്ടവും സ്നേഹവും മനസ്സിലുണ്ട്. എത്ര ഫൈനൽ കണ്ടിട്ടുണ്ട് ഇതുവരെ? ഞാൻ അല്ല, കഴിഞ്ഞ തവണ ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേഡിയത്തിലാണ് കണ്ടത്. സ്റ്റേഡിയത്തിൽ വലിയ ബിഗ് സ്ക്രീൻ എല്ലാം വെച്ച് അന്ന് നമ്മുടെ കൊല്ലത്ത് നിന്നുള്ള മന്ത്രിമാർ ബാലോപാത്സവും ചിഞ്ചിറാണി മിനിസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അന്ന് മെസ്സി കപ്പ് ഉയർത്തുമ്പം നമ്മൾ കൊല്ലത്ത് മൈതാനത്ത് ആർത്തുല്ലസിക്കുകയായിരുന്നു. ഇത്തവണ യൂത്ത് സെൻറ്ററിലാണ് കണ്ടത്, പോളയത്തോട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. അപ്പോൾ ഇത്തവണ അതുപോലെ തന്നെ സങ്കടമായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ ഒരു ആഗ്രഹം മെസ്സി ഒരു 3 ഗോളൊക്കെ അടിച്ച് ഗോൾഡൻ ബൂട്ടൊക്കെ ആയിട്ട് വീരോചിതമായൊരു പടിയിറക്കം
പക്ഷെ മെസ്സിക്ക് പന്ത് കിട്ടിയില്ലെന്ന് എല്ലാരും പറയുന്നത്. എന്ത് ചെയ്യാനാ. പന്ത് പക്ഷേ കിട്ടിയിട്ട് വേണ്ടേ കളിക്കാനെന്ന്. സ്പെയിൻ നന്നായി കളിച്ചു എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ഗോള് വന്നതിന് ശേഷമാണ് ഒന്ന് അർജന്റീനൻ ടീം. പക്ഷേ ഇത് പറയുമ്പോഴും വേറൊരു കാര്യം, ഗോളി എമിലിയാനോ മാർട്ടിനസ് വളരെ നന്നായി സേവ് ചെയ്യാനും അദ്ദേഹം നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അർജന്റീന ടീമിനകത്ത് ഫൈനൽസിൽ അർജന്റീനയുടെ ഗോളി വളരെ നന്നായി സേവ് ചെയ്യുകയും അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. സ്പെയിൻ്റെ ഗോളിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. പക്ഷെ നീ സ്പെയിനാ? അല്ല. പിന്നെ ഏതാ? ഓ, ഇവരിപ്പോ മറ്റേ സാമ്പാർ മുന്നണിയാണല്ലോ. ഞാനും അർജന്റീന. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്താലും അവർ തോക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രാൻസിനായിരുന്നു സപ്പോർട്ട് ചെയ്ത്, തോറ്റു. അത് ശരി. ഇപ്രാവശ്യം ഇങ്ങനെ ഞാൻ അടുത്തിരുന്ന വല്ല നിർവികാരമായിരുന്നു. കുഴപ്പമുണ്ടോ? പക്ഷെ അർജന്റീന കൂടിയായിരുന്നു, അർജന്റീന തോറ്റു. ഈ ഫുട്ബോളിന്റെ കാര്യം പറയുമ്പം ഈ ഇപ്പം യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലാണ് ലോകകപ്പ് നടക്കുന്നത്. ഇസ്രായേൽ പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കില്ല എന്ന് സ്പെയിൻ പറഞ്ഞിരുന്നു. അപ്പം സ്പെയിനിൻ്റെ വിജയം എന്ന് പറയുന്നത്, വിജയിച്ചു കഴിഞ്ഞിട്ടും ഫലസ്തീൻ പതാക സ്റ്റേഡിയത്തിൽ കൂടെ പറത്തിയതും ഹമാസ് സ്പെയിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുട്ബോളിലൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഫുട്ബോളിലെ പൊളിറ്റിക്സ് കലർത്തരുതെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അതിനെ കളിയായിട്ട് കാണണമെന്ന് പറയുന്നവരുണ്ട്. അതേസമയം അതൊരു പൊളിറ്റിക്സ് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വേദിയാന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അതിനോടൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അല്ല, ഉറപ്പായും എല്ലാ മനുഷ്യർക്കും അവരുടേതായ പൊളിറ്റിക്സ് ഉണ്ട്. കലാകാരന്മാരെ സംബന്ധിച്ചും കായിക താരങ്ങളെ സംബന്ധിച്ചും വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ളവരെന്ന നിലയിൽ തീർച്ചയായും അവരൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിലപാടെടുക്കണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പം അതിൽ ഇപ്പം സ്പെയിൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു നിലപാടിനോടൊപ്പമാണ് ഞാൻ. ഇപ്പം പാലസ്തീനിലെ ഗസയിലെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനം, അതുപോലെ തന്നെ അവരുടെ ഒരു ജനിച്ച നാടിനെ ഇങ്ങനെ അവരുടെ ജനിച്ച ഇടത്തേക്ക് കടന്നു ചെന്ന് ഇങ്ങനെ വലിയ തോതിൽ അതിക്രമം നടത്തുക എന്ന് പറയുന്നത്, അവിടേക്ക് അധിനിവേശം നടത്തുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പം ലോകത്ത് എവിടെ നടക്കുന്ന അത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും അത്തരം വേദന അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം, പാലസ്തീൻ ജനതയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ഇപ്പം ഞാൻ ഫുട്ബോൾ കളിയിൽ ലാറ്റിൻ അമേരിക്കയുടെ സുന്ദരമായ ലാറ്റിൻ അമേരിക്കൻ പാസുകൾ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അർജന്റീനൻ ടീമിനെ ഇഷ്ടപ്പെടുകയും മെസ്സി എന്ന് പറയുന്ന ലോകോത്തര താരത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി എടുക്കുന്ന ഓരോ താരങ്ങളും എടുക്കുന്ന നിലപാടുകളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതിൽ എനിക്കൊരു പൊളിറ്റിക്കലായ ഐഡിയോളജി ഉണ്ട്, എൻ്റെ ഒരു നിലപാടുണ്ട്. അത് പാലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. അതിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ആ ഫോട്ടോന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അത് ചോദിക്കാൻ വന്നത്, അതിന്റെ താഴത്തെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കമന്റ് ഒന്നും നോക്കാറില്ല. നീയൊക്കെ നോക്കുന്നോണ്ടാണ് ഇവര് കമന്റ് ഇടുന്നത്. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ നോക്കി, എന്തായാലും എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിയപ്പോൾ മെസ്സിക്ക് പൊതിച്ചോറ് കൊടുത്തോ, മെസ്സി സിക്സർ അടിച്ചോ, ഇങ്ങനെയുള്ള കമന്റ്സ് ആയിരുന്നു അതിനകത്ത് നിറഞ്ഞു. അപ്പോൾ ഈ ഇത്ര അക്കാദമിക് പശ്ചാത്തലമുള്ള ഒരാൾ, ഇത്ര രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല അഭിപ്രായം പറയുമ്പോഴോ, കരുത്തുറ്റ അഭിപ്രായം പറയുമ്പോഴോ, അപ്പോഴും ആളുകൾ ഇങ്ങനെ ഒരു കോമഡി ലെവലിലേക്ക് അത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം തോന്നത്തില്ലേ? ഒന്നും തോന്നത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളവർ നമ്മുടെ നിലപാടിനെ അവർ ഭയപ്പെടുന്നുണ്ട്, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അങ്ങ് പുച്ഛിച്ച് കളയുക. അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം റീമ കല്ലിങ്കൽ അവർ വളരെ ബോൾഡായിട്ടും വളരെ വസ്തുതാപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. അവരുടെ മറ്റേ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിൽ പൊരിച്ച മീൻ കിട്ടാത്തതിനെ സംബന്ധിച്ച്. അത് യഥാർത്ഥത്തിൽ ആദ്യം റീമ പറയുന്നതല്ല ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ SFIയുടെ ഒരു പഠന ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ സുകന്യ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറിൻ്റെ വ്യക്തിപരമായ അനുഭവം ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ആൺമക്കൾക്ക് മത്സ്യത്തിൻ്റെ നല്ല കഷ്ണങ്ങൾ കൊടുക്കും. ചെറിയ കഷ്ണമോ അല്ലെങ്കിൽ അധികം വരുന്ന കഷ്ണങ്ങളോ ചിലപ്പോൾ തലയോ ഒക്കെയാണ് വീട്ടിലെ സ്ത്രീകൾക്ക്, അമ്മയ്ക്കും പെൺമക്കൾക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് അവരൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് റീമ ഈ അഭിപ്രായം പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. അപ്പോൾ എന്തോ ആവട്ടെ, ഒരു അഭിനയ രംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭയായ ഒരു കലാകാരി അവരൊരു അഭിപ്രായം പറഞ്ഞു, അവരുടെ നിലപാട് അവർ പറഞ്ഞു. അതിനെ ഉടൻ തന്നെ എങ്ങനെയാണ് ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ ട്രോൾ ചെയ്ത്, പൊരിച്ച മീൻ കിട്ടാത്തത് കൊണ്ട് ഫെമിനിസ്റ്റായി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം
പിന്നെ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിൻ്റെ താഴെ ഇത് പറഞ്ഞങ്ങ് കമൻ്റ് ഇടുകയാണ്. അപ്പോൾ ഇത് ഇവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. ഒന്ന് സ്ത്രീകൾ ആണ് അഭിപ്രായം പറയുന്നതെങ്കിൽ കുറച്ചുകൂടി ആരോപണവും അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുന്നതും കൂടും. കാരണം സ്ത്രീകൾ അങ്ങനെ ബുദ്ധിപരമായ അഭിപ്രായം പറയേണ്ടതില്ല, അക്കാദമിക്കായി സ്ത്രീകൾ സംസാരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ നിലപാട് ഇത്രയധികം ഷാർപ്പ് ആവേണ്ടതില്ല, കുറച്ചുകൂടി ഒന്ന് വിനയത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ ഒരു പൊതുബോധമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ്. ഞാൻ ഇതിനെയൊന്നും തീരെ മൈൻഡാക്കാറില്ല. കാരണം ഇത് മൈൻഡാക്കി തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനകത്ത് മാത്രമേ സമയം മുഴുവൻ അതിലേക്ക് പോകും. അതുകൊണ്ട് രാഷ്ട്രീയത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഞാൻ കൂടെ നിൽക്കുന്ന അതേ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ അത്രയും വേർത്താണെന്ന് കൂടുതൽ പ്രൂവ് ചെയ്യേണ്ട വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയത്തിലേക്ക്? ഉറപ്പായിട്ടും രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റേത് മേഖലയും പോലെ തന്നെ സമൂഹത്തിൻ്റെതായ എല്ലാ പരിച്ഛേദങ്ങളും രാഷ്ട്രീയത്തിനകത്തുമുണ്ട്. ഇപ്പോൾ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും ഇപ്പം മീഡിയയിൽ നിങ്ങൾക്കറിയാം, മീഡിയ മേഖലയിലുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ തൊഴിലിടങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ച് ഫൈറ്റ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. അത് താരതമ്യേന എനിക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല തീരുമാനങ്ങളും എടുക്കുന്നതിനകത്തൊരു സ്ത്രീപക്ഷ നിലപാടെടുക്കാൻ, പുരോഗമനപക്ഷ നിലപാടെടുക്കാൻ CPM പരിശ്രമിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പൂർണ്ണാർത്ഥത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതിൽ മാറ്റം വരണം. അതിനുവേണ്ടി ആ പാർട്ടിക്ക് അകത്ത് തന്നെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തി ലീഡർഷിപ്പിലേക്ക് പെൺകുട്ടികൾ വരണം, സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം, കീ പൊസിഷനിലേക്ക് ഏറ്റവും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന പൊസിഷനുകളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരണം. അത്തരം കാര്യങ്ങളൊക്കെ ബോധപൂർവം ഇടപെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ പറ്റൂ. ഒരു സമയത്ത് കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞ സ്ത്രീ ഇന്നൊരു MLA പോലുമല്ല. പാർട്ടി ഒതുക്കിയോ ശൈലജ ടീച്ചറെ? ചിന്ത അങ്ങനെ വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയാം, കേരളത്തിന് വനിതാ മുഖ്യമന്ത്രിയെ സമ്മാനിക്കാൻ അവസരം ഉണ്ടായിട്ടും CPM അത് ചെയ്തില്ല എന്നൊരു വിമർശനം ചിന്തയ്ക്കുണ്ട്. ഒരിക്കലും ഇല്ല. കാരണം രണ്ട് ചോദ്യങ്ങളോടും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഒന്ന്, ശൈലജ ടീച്ചറെ സംബന്ധിച്ച് ശൈലജ ടീച്ചർ ഇന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ CPIM കൈക്കൊള്ളുന്ന ഘടകത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശൈലജ ടീച്ചറെ ഒതുക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഇതിപ്പോൾ വ്യക്തിപരമായി മാധ്യമങ്ങൾക്ക് ശൈലജ ടീച്ചറിനോട് എന്തെങ്കിലും സ്നേഹമുള്ളത് കൊണ്ട് പറയുന്നതല്ല. ശൈലജ ടീച്ചറിനോട് ഇങ്ങനെ ഒരു 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 പൊതു സംസാരം ഇങ്ങനെ അങ്ങ് ഉയർത്തിക്കൊണ്ട് വരിക, അപ്പോൾ ഇതിൽ ലക്ഷ്യം വെക്കുന്നത് CPM-നെ മോശപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതൊരു മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുമ്പോഴും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ജനങ്ങളുടെ അഭിപ്രായമാണ്. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, അതുകൊണ്ടാണ് അത് പുറത്തു വന്നത്. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കാൻ മാധ്യമങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഇപ്പം പല CPM ഹാൻഡിലുകളിൽ നിന്ന്, സോഷ്യൽ മീഡിയയിലെ CPM ഇടത് ഹാൻഡിലുകളിൽ നിന്ന് പോലും ശൈലജ ടീച്ചറുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ, അത് ടീച്ചർക്കെതിരെ അല്ല, ടീച്ചറെ എങ്ങനെ പാർട്ടി കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വളരെ ഇടത് സർക്കിളുകളിൽ പോലും വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു മാധ്യമ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, ടീച്ചറിന് ഏറ്റവും നല്ല വിധത്തിൽ ആരോഗ്യമന്ത്രിയായി പെർഫോം ചെയ്യാനായിട്ട് അവസരം നൽകിയത് നമ്മുടെ പാർട്ടിയാണ്. ടീച്ചർ അതിനെ ഏറ്റവും നല്ല വിധത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ ആകെ കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും നല്ലൊരു പെർഫോമൻസാണ് ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ടീച്ചറെ തുടർന്നു വന്ന മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം ടീച്ചറെ മാത്രമല്ല അന്ന് മന്ത്രിയാവാതിരിക്കുന്നത്. പക്ഷെ ആ മന്ത്രിസഭയിൽ ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്തൊരു സ്ത്രീ തോമസ് ഐസക് സഖാവ്. അല്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഐസക് സഖാവ് ഏറ്റവും നല്ല ധനകാര്യമന്ത്രിയായിരുന്നു. അതുപോലെ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയെയും നമുക്ക് അങ്ങനെ ഒരു രവീന്ദ്രനാഥൻ മാഷ് നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആരെയാണ് നമുക്കതിൽ മോശമായി കാണാൻ പറ്റുന്നത്? അപ്പോൾ എല്ലാ മന്ത്രിമാരും വളരെ നന്നായി പെർഫോം ചെയ്തവർ തന്നെയാണ്. മേഴ്സ ഉണ്ടായിരുന്നു, ഫിഷറീസ് വകുപ്പ്. അപ്പം ഓരോ മന്ത്രിമാരെ എടുത്തു നോക്കിയാലും എല്ലാവരും നന്നായി പെർഫോം ചെയ്തവരാണ്. കോവിഡിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിനെ നന്നായി ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്തു. ടീച്ചർ തുടർന്ന് മത്സരിച്ചു. പക്ഷെ പിന്നീട് പാർട്ടി പൊതുവേ കണ്ടൊരു നിലയെന്ന് പറയുന്നത് പുതിയ
ആളുകൾ മന്ത്രിസഭയിലേക്ക് പുതിയ നേതൃത്വം വരണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആരും ആവർത്തിക്കാതിരിക്കണമായിരുന്നല്ലോ, ആവർത്തിച്ച ആളുകളുണ്ടല്ലോ ഇല്ല, മന്ത്രിസഭയിൽ. മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും പുതിയ മന്ത്രിമാരായിരുന്നു. മുഖ്യമന്ത്രി വീണ്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിനകത്ത് പാർട്ടി അല്ല, അതിൽ നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായി നയിക്കുന്ന പാർട്ടിയുടെ കരുത്തുറ്റ നേതൃത്വമാണ് സഖാവ് പിണറായി. ഇപ്പൊ ശൈലജയ്ക്ക് അത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. കാരണം മുഴുവൻ മന്ത്രിമാരും തുടർന്നും വീണ്ടും അവർ തുടരുക എന്നുള്ളൊരു നിലയല്ല ആ സമയത്ത് പാർട്ടി അല്ല, കണ്ടത്. ശൈലജ ടീച്ചറിനെ നമുക്ക് മുഖ്യമന്ത്രിയാക്കാമായിരുന്നല്ലോ. പിന്നെ അത്രയും കാര്യങ്ങൾ കാലഘട്ടത്തിന്റെ ഒരു ആയിരുന്നല്ലോ. ആവശ്യകതയില്ലേ? അതായത് നമ്മൾ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് എത്ര വർഷം, ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു ആവശ്യകത ഈ കാലഘട്ടം മുന്നോട്ട് മുമ്പ് വെക്കുന്നില്ല. പണ്ട് ഗൗരിയമ്മയെ അന്ന് ഗൗരിയമ്മയെ പോലെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതുണ്ടായിട്ടില്ല. അന്നത്തെ സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഇന്ന് ഇപ്പോൾ ഒന്നുമില്ല. DYFIക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ? അപ്പം ആ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നില്ലേ? ഈ ആളുകൾ അതിന് ക്യാപ്പബിൾ ആണ്, അതിനെല്ലാം അപ്പുറത്ത് നമ്മളത് ഡിസേർവ് ചെയ്യുന്നില്ലേ ഒരു വനിതാ മുഖ്യമന്ത്രി? നമ്മുടെ കേരളത്തിനകത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി വരാത്തതാണ് കേരളത്തിലെ സ്ത്രീകളുടെ ആകെ മുന്നേറ്റത്തിൽ പിറന്നോട്ടടിക്കുന്നത് എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, കാരണം ഇപ്പൊ രാജ്യത്ത് വനിതാ പ്രധാനമന്ത്രി ഉണ്ടായി, രാജ്യത്ത് വനിതാ പ്രസിഡന്റ് ഉണ്ടായി, അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാജ്യത്ത് സ്ത്രീകളുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അപ്പം സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നവർ അധികാരത്തിൽ വരണം. നമ്മുടെ രാഷ്ട്രീയം സ്ത്രീപക്ഷത്തിന് അനുകൂലമായിരിക്കണം എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണ്ടേ എന്ന് ചോദിച്ചാൽ ആ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഇടതുപക്ഷത്ത് നിന്നും വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം. അതുപോലെ തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് മുഖ്യമന്ത്രിയായി സ്ത്രീകൾ, അല്ലെങ്കിൽ പ്രധാന മുഖ്യമന്ത്രി മാത്രമല്ല, ഇപ്പം തിരുവനന്തപുരത്ത് മേയറായിട്ട് ആര്യ വന്നു, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ 50% സംവരണം എന്നുള്ളതിനപ്പുറത്തേക്ക് ജനറൽ സീറ്റുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്ന നില കേരളത്തിൽ പൊതുവെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പം സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരണം, സംഘടനകളുടെ തലപ്പത്തേക്ക്. അപ്പോൾ നിങ്ങൾ DYFIയെ കുറിച്ച് ചോദിച്ചു. SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് സിന്ധു ജോയ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പം അനുശ്രീ ആയിട്ടുണ്ട്. അപ്പം സ്ത്രീകൾ വിദ്യാർത്ഥി രംഗത്തും വിദ്യാർത്ഥി സംഘടനകളുടെ തലപ്പത്തേക്കും വന്നിട്ടുണ്ട്. DYFIയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഇപ്പം പ്രസിഡന്റ് എന്ന് പറയുന്ന, അല്ലെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റിനപ്പുറത്തേക്ക് DYFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലേക്കെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെയുള്ള കീ പൊസിഷനുകളിലേക്കും സ്ത്രീകൾ വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നേരത്തെ SFIയിൽ നിന്ന് കിട്ടിയ സഹോദര തുല്യമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ചിന്ത പറഞ്ഞു. അതിൽ പലപ്പോഴും ചിന്ത പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ നേതാക്കളെക്കുറിച്ച് പറയുമ്പം ഒരു ഫാമിലി ഫീൽ കിട്ടാറുണ്ട്. അതായത് എൻ്റെ ഫാമിലിയാണ് ഇവരെന്നുള്ളത്. അപ്പം പലപ്പോഴും ഇപ്പം PK ശ്രീമതി അടക്കമുള്ള നേതാക്കളിൽ നിന്ന് ചിന്തയോടും ആ തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ചിന്തയെ പ്രതിരോധിക്കാൻ, വളരെ ശക്തമായ വാക്കുകളിൽ ചിന്തയെ പ്രതിരോധിക്കാൻ ശ്രീമതി ടീച്ചർ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പം SFIയിലും DYFIയിലുള്ള സഹോദരങ്ങൾ, സുഹൃത്തുക്കൾക്കപ്പുറം നേതാക്കൾ, ഇപ്പം പ്രതിപക്ഷ നേതാവായാലും മറ്റ് നേതാക്കളായാലും, എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് ചിന്തയുടെ? എനിക്ക് പാർട്ടി എന്ന് വെച്ചാൽ കുടുംബമാണ്. പാർട്ടി കുടുംബം എന്ന് പറയുന്നത് പോലെ പാർട്ടി നമ്മളെ എപ്പോഴും ചേർത്ത് നിർത്തുന്നു. ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ തോന്നുകയോ ഒരു പ്രയാസം ഉണ്ടാവുകയോ ഒന്നും ചെയ്യാതെ പോകുന്നത് തീർച്ചയായും പാർട്ടിയുടെ ഒരു കരുത്ത് ഉള്ളതുകൊണ്ടാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഇത്രയും വിവാദങ്ങൾ വരുന്നു, ഇത്രയും പ്രതിസന്ധികൾ വരുന്നു, ജീവിതത്തിൽ വ്യക്തിപരമായി കുറേയധികം പ്രതിസന്ധികൾ വരുന്നു, പപ്പയുടെ മരണം, മമ്മിക്കുണ്ടായ അസുഖം. അപ്പം ഇതൊക്കെ വരുമ്പം ഞാനിതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് പിന്നീട് ആലോചിച്ച് നോക്കുമ്പം ശരിക്കും ഞാനങ്ങനെ വലിയ കരുത്തുള്ളൊരു ആളൊന്നുമല്ല. പേഴ്സണലി അത്ര വലിയ ധൈര്യമോ അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളോ അങ്ങനെ ഒരാളല്ല. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ പ്രസ്ഥാനമാണ്, പാർട്ടി തന്നെയാണ്. അത് ഓരോ സമയത്തും ഓരോ സഖാക്കളിലൂടെ എനിക്ക് വലിയ ഒരു സപ്പോർട്ട് കിട്ടാറുണ്ട്. അത് ഇപ്പം മമ്മിക്ക് കോവിഡ് വന്ന സമയത്ത്, കോവിഡ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് സ്ട്രോക്കാണ് വരുന്നത്. സ്ട്രോക്ക് വന്ന് അഡ്മിറ്റായി, MRI എടുത്ത് ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടെന്ന് അറിഞ്ഞ് അതിനുശേഷം ഒന്ന് കോവിഡിൻ്റെ പീക്ക് ടൈം ആയതുകൊണ്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. 2 വലിയ പ്രതിസന്ധിയാണ്. ഒന്ന്, സ്ട്രോക്കിൻ്റെ കോംപ്ലിക്കേഷൻസിനെ ട്രീറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ കോവിഡ് നെഗറ്റീവും ആവണം. ഇപ്പോഴത്തെ സ്ഥിതിയല്ല, കോവിഡിൻ്റെ ആദ്യഘട്ടമാണ്.
ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ ഒരു ട്രോമയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുന്നത് കമലേച്ചിയാണ്. പിണറായി സാറിൻ്റെ ഭാര്യ കമല സഖാവിനെ വിളിക്കുന്നു. കമലേച്ചി ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞത്, ചേച്ചി NSലാണ് മമ്മിക്ക് ഇങ്ങനെ സ്ട്രോക്കാണെന്ന് പറഞ്ഞു. അപ്പം കൂടെ കോവിഡ് പോസിറ്റീവും കൂടെ ആണ് എന്ന് പറഞ്ഞു. കമല ചേച്ചി അപ്പോഴേ ഫോൺ പിണറായി സാറിൻ്റെ കൊടുത്തു. പിണറായി സാറിനോട് പറഞ്ഞത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ. അത്രയും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഇതിനൊരു സമയമെടുക്കുമല്ലോ, അവിടുന്ന് ഡിസ്ചാർജായി മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള സമയമെടുക്കും. അപ്പം ഞാനും മമ്മിയും മാത്രം ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. മമ്മിയെ പെട്ടെന്ന് കോവിഡ് വാർഡിലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ സിസ്റ്റേഴ്സിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അപ്പം അവർക്കും ഇത് ഒരുമിച്ച് ഇങ്ങനെ 2 പ്രയാസങ്ങളുള്ളൊരു രോഗിയെ പെട്ടെന്ന് എന്ത് ചെയ്യണം, കാരണം ഡോക്ടർക്ക് അടുത്ത് വന്ന് നോക്കിയിട്ട് പിന്നെ തിരിച്ച് മറ്റ് രോഗിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ PP കിറ്റ് എല്ലാം റിമൂവ് ചെയ്ത് പോകാൻ ഒരു അരമണിക്കൂർ സമയം എടുക്കും. അപ്പം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിൽ അവിടെ NSൽ അവർ നിൽക്കുകയാണ്. അപ്പം പിണറായി സാറിനോട് ഇത് പറഞ്ഞ് ഒരു 5-10 മിനിറ്റിനകം ശൈല ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിക്കുക, മോളെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ബാക്കിയെല്ലാം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന നിലയിൽ മെഡിക്കൽ കോളേജ് വളരെ സജ്ജമായി നിൽക്കുന്ന സമയം തന്നെയാണ്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളേക്കാൾ കൂടുതൽ മെഡിക്കൽ കോളേജിൽ അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ആർക്ക് വന്നാലും അവിടെ ചികിത്സിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനവും ഉണ്ട്. മോളെ അമ്മേനെ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നീട് മമ്മീനെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കൈകളിലേക്ക് കൊടുത്ത് ഞാൻ ക്വാറന്റൈനിൽ പോയി. വളരെ ആരോഗ്യവതിയായി എനിക്ക് അമ്മയെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിലെല്ലാം എനിക്ക് ഏറ്റവും വലിയ ധൈര്യവും കരുത്തും കൂടെ നിൽക്കുകയും ചെയ്യുന്നത് പാർട്ടി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യ മേഖല, അത് ഞാൻ എല്ലായിടത്തും പറയും. കാരണം കേരളത്തിന് മാത്രം മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്തെങ്കിലും ഒരു പ്രത്യേകമായ പരിഗണന എനിക്കോ മമ്മിക്കോ കിട്ടി എന്നുള്ളതല്ല. ആ സമയത്ത് ഇവിടെ ചികിത്സിച്ചിട്ടുള്ള മനുഷ്യർക്കെല്ലാം അറിയാം എങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം നിന്നിട്ടുള്ളതെന്നുള്ളത്. കാരണം കേരളം അത്രമാത്രം ഈ ഒരു കാര്യത്തിൽ കോവിഡ് പ്രതിരോധത്തിലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും വളരെ ഈ പബ്ലിക് സെക്ടറിലുള്ള നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മമ്മി ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളതിന് കാരണം നമ്മുടെ മെഡിക്കൽ കോളേജും അവിടുത്തെ ഡോക്ടേഴ്സും അവർ നൽകിയൊരു കെയറും എല്ലാം ആണ്. പിന്നെ ഒരുപാട് പൊതുരംഗത്തേക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലുകളിൽ വിളിക്കുമല്ലോ. ഇപ്പോഴും വരുന്നതിന് മുമ്പ് ഞാനൊരു 26 വയസ്സുള്ളൊരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചു. റെസ്പിറേറ്ററി മെഡിസിനിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെടുത്തി കൊടുത്തു. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഏത് സർക്കാർ ആശുപത്രിയിലും ഏറ്റവും നല്ല സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അതിപ്പോൾ ആര് ഭരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഭരണത്തിൻ്റെ ഒന്നും കക്ഷിരാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് നൽകാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ നൽകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം പിണറായി സാറായാലും അതുപോലെ തന്നെ ശ്രീമതി ടീച്ചറായാലും, ശ്രീമതി ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അമ്മയെ പോലെ തന്നെയാണ്. ടീച്ചർ എന്തെങ്കിലും ഒരു പ്രശ്നം വരും ആടി മോളെ പോട്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന അങ്ങനെ ഒരു വല്ലാത്ത അടുപ്പമാണ്. അതുപോലെ തന്നെ ബേബിസായാലും ബെറ്റി ചേച്ചിയായാലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ പപ്പ പണ്ട് എന്നെ കൊണ്ടുപോയി ആ പ്രസംഗം കേൾപ്പിച്ച് തന്ന് ബേബിസാറിൻ്റെ പ്രസംഗം വന്ന് കേട്ടു. അന്ന് അത്ഭുതത്തോടു കൂടി കണ്ടൊരാൾ പിന്നെ എത്രയോ നാളുകൾക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായി പുള്ളി ഇരിക്കുന്ന സമയത്ത് ലോകപ്രശസ്തനായിട്ടുള്ള നമ്മുടെ സംവിധായകനുണ്ട് കുമാർ ഷാഹിനി. അദ്ദേഹം ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. അപ്പോൾ കുമാർ ഷാഹിനി ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സുഹൃത്തുമായിട്ടുള്ള ബേബിസാറിനെ കാണാൻ പോയി. അപ്പോൾ ബേബിസാറിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സണാണ്, ചിന്താ ജെറോം എന്നാണ് പേര് എന്ന് പറഞ്ഞു. അപ്പോൾ ബേബി സഖാവ് അന്വേഷിച്ചു ഇതാരാണ് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഇങ്ങനെ കുണ്ട്ര അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണല്ലോ, അപ്പോൾ കുണ്ട്രയാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് ബേബി സഖാവ് എന്നെ ഇങ്ങോട്ട് വന്ന് അവിടുത്തെ ഒരു സഖാവ് വഴി പരിചയപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അന്ന് പരിചയപ്പെടുന്നു. പക്ഷെ അതിനുശേഷം വളരെ
സ്നേഹത്തോടു കൂടിയാണ്. ബെറ്റി ചേച്ചി ആയാലും ബെറ്റി ചേച്ചി ഭയങ്കര രസത്തിൽ ഭക്ഷണം പാചകം ചെയ്യും. തൃശ്ശൂർ സ്റ്റൈലിലെ മീൻകറി, തൃശ്ശൂർ സ്റ്റൈൽ ഭക്ഷണങ്ങളൊക്കെ ബെറ്റി ചേച്ചിയുടെ വളരെ സ്പെഷ്യലാണ്. അപ്പം ഞാനും മമ്മിയും എപ്പം തിരുവനന്തപുരത്ത് പോയാലും, തിരുവനന്തപുരത്ത് ഞങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ ബെറ്റി ചേച്ചി രാത്രി ഭക്ഷണം ഒരുക്കി നമ്മളെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം തരിക. ബെറ്റി ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ചേച്ചി കൈരളിയിലായിരുന്നപ്പം ഭക്ഷണത്തിൻ്റെ 1-2 പരിപാടികളെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെ വാദോരാതെ പറയുന്നത്. എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത്രയും കേൾക്കാറില്ല. അതുപോലെ തന്നെ പറയേണ്ട ഒരു പേരാണ് ജയരാജേട്ടൻ. ഇ പി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ കാണിക്കുന്ന, മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഇ പി ഒന്നുമല്ല. ഇ പി എന്ന് പറഞ്ഞാൽ ഇത്രയധികം സ്നേഹവാത്സല്യങ്ങളുള്ളൊരു നേതാവ് വേറെ ഇല്ല. ഇ പി ആയാലും ശ്രീമതി ടീച്ചറായാലും അതുപോലെ തന്നെ ബെറ്റി ചേച്ചിയും ബേബി സാവും, ഇങ്ങനെ കുറേ പേര് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ട ഒരു പേരല്ല അത്. പക്ഷേ വി എസ് ആയിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയാൻ, കഴിഞ്ഞ വർഷമാണല്ലോ VS നമ്മെ വിട്ടുപോയത്. അപ്പോൾ VS ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ചിന്തയ്ക്ക് ആരായിരുന്നു VS? ഞാൻ സഖാവിനെ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സണായി ഞാൻ ട്രിവാൻഡ്രത്ത് എത്തുന്ന സമയത്ത് VS സഖാവ് മുഖ്യമന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ട് പോകുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടിയും വളരെ ആദരവോടുകൂടിയും അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കുട്ടികളെന്നുള്ള നിലയിൽ, SFI പ്രവർത്തകരെന്നുള്ള നിലയിൽ ഞങ്ങളോട് വളരെ സ്നേഹത്തോടും താല്പര്യത്തോടുമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മനോഹരമായൊരു ചിത്രമുണ്ട്. സഖാവ് VS പ്രസംഗിക്കുമ്പോൾ സ്റ്റാൻഡില്ലാത്ത മൈക്കാണ്. അപ്പം ഞാൻ ആ മൈക്ക് ഇങ്ങനെ VS സഖാവിന് പിടിച്ചു കൊടുക്കുന്നൊരു ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ പരിപാടികളിൽ എത്തുന്നുണ്ട്. ഇത് പാർട്ടിയുടെയും പ്രസ്ഥാനങ്ങളുടെയും ആ ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് ആരായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി? ചിന്തയ്ക്കാരായിരുന്നു? എനിക്ക് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് പരിചയമുള്ളത്. അത് ഇതുപോലെ തന്നെ ഇപ്പം ഈ പറയപ്പെടുന്നത് പോലെ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരെ പോലെ എനിക്ക് വ്യക്തിപരമായ അത്ര അടുപ്പമുള്ള നേതാവല്ല. കാരണം ഞങ്ങൾ വിദ്യാർത്ഥികളായി SFIയുടെ പ്രവർത്തകരായി തുടങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലല്ല ഇരിക്കുന്നത്. പിന്നീട് അങ്ങനെ ഒരു വ്യക്തിപരമായ അടുപ്പം അദ്ദേഹമായി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനൊക്കെ ആയി നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹം പിന്നീട് അസുഖത്തിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുണ്ടാകുന്ന അവരെ പോയി സന്ദർശിക്കുകയൊക്കെ സംസാരിക്കുന്നതാണ്. അല്ലാതെ വ്യക്തിപരമായി അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സഖാവ് VSുമായിട്ടില്ല. VSനെ 2-3 തവണ പോയി പരിപാടിക്ക് ക്ഷണിക്കുന്നതും വേദികളിൽ സഖാവ് VSുമായി ചിലവഴിച്ച ഏതാനും നിമിഷങ്ങളും ഒക്കെയാണ് എനിക്ക്. ഞങ്ങളുടെ സമരങ്ങളിലേക്ക് സഖാവ് VS വരുമ്പോൾ ആവേശത്തോടു കൂടി സഖാവ് VS കടന്നു വരുന്നതും ആ നിമിഷങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയി എന്നൊരു വാർത്ത അക്കാലത്ത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞ CPM നേതാവ് പറയുന്നുണ്ടായി, ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ പറയുകയും അദ്ദേഹം വളരെയധികം വിഷമിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വളരെയധികം ചർച്ച ചെയ്തു. പക്ഷെ അതിൽ ഒരു വശത്ത് അതിൽ ചർച്ചകൾ ആ ചെറിയ പെൺകുട്ടി എന്ന് പറയുന്നത് ചിന്തയാണ് എന്നുള്ള തരത്തിലും വളരെ ഇതുണ്ടായിരുന്നു. ചിന്തയും പാർട്ടിയും അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ആലപ്പുഴ സമ്മേളനത്തിൽ ഞാൻ പ്രതിനിധിയായിരുന്നു. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. സഖാവ് VS അന്ന് വേദിയിലുണ്ട്. സഖാവ് VS പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പ്രതിനിധിയായി ഞാൻ പങ്കെടുത്തു എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എവിടെ നിന്നോ സൃഷ്ടിക്കപ്പെട്ട് ഇങ്ങനെ കളവായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അല്ല, അവിടെ അങ്ങനെ ഈ പറയപ്പെടുന്നത് പോലെ പിന്നീട് സുരേഷ് കുറുപ്പ് സഖാവ് എഴുതി ലേഖനത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് അന്നും കുറേ മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ ഈ അടുത്തിടയ്ക്ക് സുരേഷ് ഏട്ടനെ ഒരു കല്യാണത്തിന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷ് ഏട്ടാ നിങ്ങളെന്തോ ലേഖനം എഴുതി എന്ന് പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ വന്നു എന്നപ്പോൾ വളരെ രസകരമായി ഞങ്ങളത് സംസാരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞതാണ്. അങ്ങനെ ഒരു കൊച്ചൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എന്നെ കുറിച്ചേ അല്ല. അങ്ങനെ ഒരു കാര്യമേ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ ഇത്ര രസകരമായി ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്കങ്ങ് ആരും പ്രയോഗിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു വാക്കൊക്കെ ആരെങ്കിലും പ്രയോഗിക്കുമോ? ഇതുപോലൊരു ഏറ്റവും മുതിർന്ന നേതാവിനെതിരെ എന്നല്ല, ഒരു മനുഷ്യനെതിരെ പോലും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രയോഗിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊക്കെ വെറും ഇമാജിനേഷൻ ആണ്. ഇതുപോലെ സമാനമായിട്ട് VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് M സ്വരാജ് ആണെന്ന തരത്തിലും
വലിയ അതൊക്കെ അങ്ങനെ ആ തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ആണ് എന്ന് ചിന്തിച്ച് ചുമ്മാതെ ഇങ്ങനെ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊന്നും ഒരു വസ്തുതയില്ല. അല്ല, ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, വെറും ഇപ്പോ ഈ ഇമാജിനേഷൻ ഇത്ര മാത്രമാണ്. രസകരമായിട്ട് അത് സംസാരിച്ച് തീർത്തു എന്ന് പറയുന്നു, പക്ഷെ അത് അപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ അത്ര ചെറുതായിരുന്നില്ല. VSനെ പോലൊരു നേതാവിന് നേരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയോ പരാമർശമോ അങ്ങനെ വരുന്നു, അദ്ദേഹം വേദി വിട്ട് ഇറങ്ങി പോകുന്നു. അപ്പം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അത്ര ചെറിയൊരു വിവാദമായിരുന്നില്ല. അപ്പം അതിലേക്ക് ചിന്തയുടെ പേര് വരുന്നു. അപ്പം അങ്ങനെ ഒരു ഇല്ലാക്കഥ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധിക്കാൻ കുറച്ചും കൂടി വല്ല മാനനഷ്ട കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു, അത് ചിന്ത അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അതിനൊന്നും ശ്രമിക്കാതിരുന്നത്? ഒന്ന്, പാർട്ടി സമ്മേളനത്തിനകത്ത് അങ്ങനൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതിനിധികൾക്കും അറിയാവുന്ന കാര്യമാണ്. മാധ്യമങ്ങൾക്കൊന്നും ഇതിനകത്തേക്ക് പ്രവേശനമില്ല. മാധ്യമങ്ങളെല്ലാം ഈ സമ്മേളനത്തിൻ്റെ വാർത്തകൾ പുറത്ത് നിന്ന് അവരുടെ ഭാവനയ്ക്കനുസൃതമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ലക്ഷണങ്ങളൊക്കെ പറയും. ഇപ്പോൾ കൊച്ചു പെൺകുട്ടിയെന്നോ അല്ലെങ്കിൽ യുവ നേതാവെന്നോ അല്ലെങ്കിൽ പുതിയതായി വന്ന ഒരു പ്രതിനിധിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതെന്നെയാണെന്നും പറഞ്ഞ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക? അപ്പം ഇതെല്ലാം ആ സമയത്ത് തന്നെ പാർട്ടി വ്യക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ ഇല്ലാക്കഥകളാണ്. ഏറ്റവും അധികം നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് സഖാവ് VS. യുവ നേതാക്കൾക്കൊന്നും VSനെതിരെ പരാതിയോ പരിഭവങ്ങളോ ഉണ്ടായിട്ടില്ല? നമ്മുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നടക്കുന്ന വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും എല്ലാം പാർട്ടി ഘടകങ്ങൾക്കകത്തുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ആരും ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ ഭാവന മാത്രമാണ്. വാർത്ത കൊടുക്കുന്നത് പാർട്ടിക്കകത്തു നിന്നുള്ള ആളുകൾ അല്ല, മാധ്യമങ്ങളുടെ ഭാവനയാണ് ഇതെല്ലാം. അപ്പൊ ഈ ലേഖനത്തിൽ പറയുന്നത് ആ ലേഖനം ചിന്ത തള്ളുകയാണോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. സഖാവ് VSനെതിരെ ഇത്തരം ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് അവിടെ ആരും പ്രയോഗിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വിവാദവും അവിടെ ഉയർന്നു വന്നിട്ടില്ല. പിന്നെ മാധ്യമ വാർത്തകൾക്കൊന്നും നമ്മൾ മറുപടി പറയണ്ട. സുരേഷ് കുറുപ്പിന്റെ ലേഖനത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നാണല്ലോ. ആ ലേഖനം കംപ്ലീറ്റ്ലി തള്ളുവാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണം അത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ചിരിയോട് കൂടിയാണ് പോയത്. ഞാനും പിന്നീട് കൂടുതലായതിനെക്കുറിച്ച് ചോദിച്ചില്ല. അതെന്താണെന്ന് അദ്ദേഹം മറുപടി തന്നില്ല. ഇല്ല, ഞങ്ങൾ പരസ്പരം അദ്ദേഹം ചിരിച്ചിട്ട് തോളിൽ തട്ടി അദ്ദേഹം പോയി. അപ്പൊ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചാൽ ഈ പാർട്ടി നേതാക്കളെ കുറിച്ച് ഇത്തരം വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ പാർട്ടി പൊതുവെ മൗനം പാലിക്കാറാണോ പതിവ്? അല്ല, പാർട്ടി പറയേണ്ട ഘട്ടങ്ങളിലെല്ലാം പാർട്ടി വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും പറയാറുണ്ടല്ലോ. VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു? ഉറപ്പായിട്ടും ആണല്ലോ. അപ്പം ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പം ഇപ്പം അതിന് വൈകാരികമായിട്ട് ആളുകൾക്ക് ഭക്ഷണം അതിനെല്ലാം ഞാൻ അതേ സെൻസിൽ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പം DYFI പോലുള്ള സംഘടനകൾ ഈ ഭക്ഷണം കൊടുക്കുക, രക്തദാനം മുതലായിട്ടുള്ള പോലുള്ള അത്തരം പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയപരമായിട്ട്, കാരണം ആ തരത്തിലെ ആൾക്കാരെ സഖാക്കളെ ട്രെയിൻ ചെയ്ത് അവരെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വേണ്ടി എതിരെ സംസാരിക്കാൻ മുന്നിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള സമരങ്ങളിലേക്കും അത്തരം വേദികളിലേക്കും കൊടുക്കുന്ന എഫേർട്ട് ഒരു സന്നദ്ധ സംഘടനകൾ പോലെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് ഒരു സംവിധാനം മാറുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം DYFI സംബന്ധിച്ച് DYFI സമരങ്ങൾ നടത്തേണ്ട ഘട്ടത്തിൽ സമരങ്ങൾ നടത്തുന്നുണ്ട്. യുവജന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ DYFIയുടെ അഭിമാന പദ്ധതിയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നത്. ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരുന്നു, DYFIയുടെ മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമാണ് അവർ സർക്കാർ ആശുപത്രികളിൽ നൽകുന്ന ഉച്ചഭക്ഷണ വിതരണം എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ DYFI അതിനകത്ത് നടത്തുന്നൊരു ഇനിഷ്യേറ്റീവ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ വീടുകളിലും നമ്മൾ പോയി ആ വീട്ടിലെ ആളുകളെ കണ്ട് അവരോട് ഇങ്ങനെ സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യർക്കും കൂട്ടിരിപ്പുകാർക്കും നിങ്ങൾ ഭക്ഷണം പൊതിഞ്ഞ് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതുവരെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത എവിടെയും ഒരു മലയാളിയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇപ്പം ഇത് കൊടുക്കരുതെന്ന് പറയുന്ന ശ്രീ K മുരളീധരൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കുടുംബങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വച്ചിട്ടുള്ള വീടുകളിൽ നിന്ന് വരെ ഞങ്ങൾക്ക് പൊതികൾ പൊതിഞ്ഞ് തരാറുണ്ട്. RSS രാഷ്ട്രീയം ഉയർത്തുന്ന കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തരാറുണ്ട്.
അത് ഒരു കലണ്ടർ തയ്യാറാക്കുന്നു DYFI. ഓരോ ജില്ലയിലും ആ കലണ്ടറിനനുസൃതമായി ഓരോ മേഖലാ കമ്മിറ്റികൾക്ക് വർഷത്തിൽ 1-2 തവണയായിരിക്കും ഒരു മേഖലാ കമ്മിറ്റിക്ക് കൊടുക്കേണ്ടതായി വരിക. ഒരു 3-4 തവണ DYFIയുടെ പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായി ആ മേഖലാ കമ്മിറ്റിയിലെ സഖാക്കൾ പണിയെടുക്കും. അവർ ആദ്യം ഒരു നോട്ടീസുമായിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കും. പിന്നീട് ഈ ദിവസമാണ് വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കും. തലേന്ന് ഒന്നുകൂടി ആ വീട്ടിൽ പോവും. എന്നിട്ട് പറയും നാളെ ഞങ്ങൾ വരും. ഒരു 10:30-11 മണിയാവുമ്പോൾ ചെന്ന് ഈ പൊതിച്ചോറെല്ലാം വാങ്ങി ഒരു വാഹനം വിളിച്ച് ആ വാഹനത്തിനകത്ത് ഇത് കയറ്റി സർക്കാർ ആശുപത്രിയിലെത്തി അവിടെ ക്യൂ നിൽക്കുന്ന മനുഷ്യർക്ക് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ അത് വിതരണം ചെയ്ത് തിരികെ പോകുന്നൊരു പ്രവർത്തനം. അതാണ് ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഉച്ചഭക്ഷണ പദ്ധതി. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പം സർക്കാർ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ DYFIയുടെ പ്രവർത്തകർ നടത്തുന്നൊരു അധ്വാനമുണ്ട്. അത് ജനങ്ങളുമായിട്ടുള്ളൊരു ദൈനംദിന ബന്ധമാണ്. അതിൽ ഇത് സാധ്യമാകുന്നത് DYFIയുടെ ഒരു മികവ് കൊണ്ട് മാത്രമല്ല, ഇത് തരാൻ തയ്യാറാകുന്നൊരു മനസ്സ് മലയാളിക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഇടയ്ക്ക് വാർത്ത കണ്ടല്ലോ, സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യാൻ പോയൊരു ചെറുപ്പക്കാരൻ വടക്കേ ഇന്ത്യയിൽ ഏതോ ഒരു സംസ്ഥാനത്തിൽ ചെന്നപ്പം അവൻ്റെ ശരീരഭാഷ കണ്ടിട്ട് അവൻ്റെ മതം ഏതാണെന്ന് ചോദിച്ചിട്ട് ആ പയ്യനെ മർദ്ദിച്ചു എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നടന്ന സംഭവമാണ്. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ പോയിട്ടുള്ള ഒരു വീട്ടിലും ചോദിച്ചിട്ടില്ല ഏത് മതക്കാർക്ക് കൊടുക്കാനാണ് നിങ്ങളിത് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാനാണ്, ഏത് പാർട്ടിക്കാർക്ക് കൊടുക്കാനാണ്. അല്ല 5-6 പൊതി പൊതിഞ്ഞു തരും. അത് ചോദിക്കാൻ കാരണം DYFIന്റെ ആ ഉച്ചഭക്ഷണ പദ്ധതിയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അങ്ങനല്ല, അതിൻ്റെ എല്ലാ ഇതും മാനിച്ചുകൊണ്ട് ചോദിച്ചാണ്. DYFI എന്ന് പറയുന്നത് ഒരു ചാരിറ്റി സംഘടന മാത്രമായി മാറിയെന്ന്. കാരണം ഇപ്പോൾ K. മുരളീധരൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്നതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നത് CPMമാർക്ക് തന്നെയാണ്. അപ്പോൾ ഈ DYFIന്റെ ഈ ഒരു പദ്ധതി തോമസ് ഐസക്കൊക്കെ നേരത്തെ ഈ ഒരു കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ DYFIന്റെ പദ്ധതി ഒരു സർക്കാർ പദ്ധതിയായിട്ട് ഈ 10 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാറ്റാൻ പറ്റുമായിരുന്നു. അതാകുമ്പോൾ ഈ DYFI നേതാക്കൾക്ക്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്നവർക്ക്, അവർക്ക് ആ ഒരു സമയം അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി പ്രയോജനപ്പെടുന്നതല്ല, കുറച്ചും കൂടി നല്ല രീതിയിൽ അവരെ തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് അത് വരാതിരുന്നത് എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഇത് വേറെ വെച്ചാൽ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നു. അപ്പോൾ ആൾക്കാർ വെയിലായാലും മഴയായാലും ആൾക്കാർ ക്യൂ നിന്നിട്ട് ഈ പൊതിച്ചോറ് വാങ്ങുകയാണ്. ഈ ചിന്ത ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തോടെ മനസ്സിലാക്കുന്നു. പക്ഷെ ആൾക്കാരുടെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും അവർക്കൊരു ബുദ്ധിമുട്ടായി മാറുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതിയാണെങ്കിൽ ഈ പൊതിച്ചോറുകൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഏൽപ്പിക്കുന്ന സംവിധാനമാണ് വരുന്നതെങ്കിൽ അത് ഈ ആളുകൾക്കും കുറച്ചുകൂടെ ഇതായിരിക്കില്ലേ? ഞങ്ങളെ സംബന്ധിച്ച് സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കിട്ടണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിന് എന്ത് പേര് ചൊല്ലിയും വിളിക്കാം. അങ്ങനെ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ സാധ്യമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഭക്ഷണം മുടങ്ങുന്നൊരു സ്ഥിതി ഉണ്ടാവരുത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഭക്ഷണപ്പൊതി വാങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടായി അദ്ദേഹം മരണപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിട്ട് പോലും മുടങ്ങാതെ ഭക്ഷണപ്പൊതി എത്തിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പ്രളയമുണ്ടായപ്പോൾ പോലും, അല്ലെങ്കിൽ കോവിഡിൻ്റെ പ്രതിസന്ധി നിൽക്കുമ്പോൾ പോലും മുടക്കമില്ലാതെ ഇത് നൽകുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ മനുഷ്യാധ്വാനമല്ല അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് സർക്കാരിന് എത്താൻ കഴിഞ്ഞത് തന്നെ DYFI ഉയർത്തി കാണിച്ച മാതൃക കൊണ്ടാണ്. ഇത് ലോകത്തിലെ മാധ്യമങ്ങളെല്ലാം വാർത്തയാക്കുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും എല്ലാം ചെയ്തതാണ്. അപ്പം DYFI ഇത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയാണ്. അതുപോലെ തന്നെ പാരിസ്ഥിതിക വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ മനുഷ്യരുടെ പ്രശ്നം ഉയർത്തി സുപ്രീം കോടതിയിൽ പോയി അവർക്ക് വേണ്ടി കേസ് നടത്തി അവർക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചു കൊടുത്ത സംഘടനയാണ് DYFI. ശരിക്കും DYFIക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്താമാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെ രക്തദാനം, പൊതുച്ചോറ് വിതരണം, ആ ഒരു രീതിയിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാം, അതാണ് പ്രതിഷേധങ്ങളെക്കാട്ടിലും നമ്മൾ നേരിട്ട് രംഗത്തിറങ്ങുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ഒരു രീതി എന്ന് DYFIക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സംഘടന എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ജൈവികമായി DYFIയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. നമ്മൾ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടായി, ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്,
വീട്ടിൽ അമ്മൂമ്മമാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ കലണ്ടറിൽ കുറിച്ചിടാൻ പറഞ്ഞത് ആ യൂണിറ്റ് സെക്രട്ടറി പയ്യൻ്റെ നമ്പരൊന്ന് കുറിച്ചിട്ടേക്കണേന്നാണ് പറഞ്ഞത്. PPE കിറ്റ് ഇട്ടുകൊണ്ട് വന്ന് ബന്ധുക്കൾ അടുത്ത് വരാതിരുന്നപ്പം ശവസംസ്കാരം നടത്താൻ മുന്നിട്ടിറങ്ങി അങ്ങനെ കോവിഡ് ബാധിച്ച് മരിച്ചൊരു സഖാവുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പെൺകുട്ടികൾക്ക് ശവസംസ്കാരം നടത്താനുള്ള അവകാശം പലയിടത്തും ഇല്ല. പക്ഷെ കോവിഡ് വന്നപ്പോൾ കൊല്ലം SM കോളേജിലെ പെൺകുട്ടികൾ ഒരമ്മയെ PPE കിറ്റ് ഇട്ട് ശവസംസ്കാരം നടത്തിയ അനുഭവം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കടപ്പാക്കടയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അപ്പം അങ്ങനെയെല്ലാമുള്ള സഹനം, ത്യാഗം ഒക്കെ നടത്തിക്കൊണ്ടാണ് DYFIയുടെ പ്രവർത്തകർ ഓരോ സ്ഥലത്തും നിൽക്കുന്നത്. സമരങ്ങളുണ്ട്. ഇപ്പോൾ മോദിജി വേർ ഈസ് മൈ ജോബ് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന സമരം, അഗ്നിപഥിനെതിരെ നടക്കുന്ന സമരം, അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടിയുടെ സമരം അല്ല, കോക്രോച്ച് പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യം എത്രയോ കാലങ്ങളായി നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ്. അവരുടെ മുദ്രാവാക്യങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ DYFIയും SFIയും എല്ലാം ആ സമരത്തിനോട് ചേർന്ന് DYFIക്ക് മുന്നേ ഒരു എനിക്ക് തോന്നുന്നു മുന്നേ ഒരു വിവാദമില്ലായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പൊതുച്ചോറ് വാങ്ങി നക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊരു ടൈമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതങ്ങനെ കിറ്റ് വാങ്ങി നക്കിയില്ലേ അല്ല, പൊതുച്ചോറിന്റെ കേസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു സാധനം ഉത്തരവാദിത്തപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയത്തുമില്ല. ഞാൻ അടുത്തിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായതാണ് മുദ്രാവാക്യം, സ്ത്രീകൾക്കെതിരെ വിളിച്ച മുദ്രാവാക്യം. അപ്പം അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചത് തെറ്റായി പോയി എന്ന് തോന്നില്ലേ? ഉറപ്പായിട്ടും അങ്ങനൊരു മുദ്രാവാക്യം, ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു പദപ്രയോഗം ആ പ്രകടനത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് ഉയർന്നു വരാൻ പാടില്ലായിരുന്നു. ഞാനതിൽ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. മുദ്രാവാക്യം ബാക്കിൽ സഖാക്കൾ നമ്മുടെ സമരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ വിളിക്കുന്നുണ്ട്. അത് നമ്മൾ കേട്ട് ഏറ്റി വിളിക്കുകയാണ്. പെട്ടെന്നാണ് ഇങ്ങനൊരു പ്രയോഗം ബാക്കിൽ നിന്ന് ഉയർന്നു വരുന്നത്. അപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി അഭിമന്യുവാണ്. ഞാൻ അഭിമന്യുവിനോട് പറയുന്നുണ്ട്, പോയത് തിരുത്താൻ പറഞ്ഞു. അവിടെ വെച്ച് അത് അവസാനിക്കുകയും ചെയ്തു. പിന്നെ അതിലെ ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ട് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനെയൊക്കെ അങ്ങേറ്റം എതിർക്കുകയും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമാണ് ഞാൻ അന്ന് നിന്നിട്ടുള്ളത്. എല്ലാ കാലത്തും അങ്ങനെ നിൽക്കും. ഈ പ്രസംഗത്തിനും ഈ തീപ്പൊരി പ്രസംഗത്തിനും ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ അപ്പുറം എന്താണ് ഹോബി? മറ്റെന്ത് കാര്യങ്ങളോടാണ്? നേരത്തെ ഫാൻസി ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു, ബാക്കി വേറെന്ത് കാര്യങ്ങളോടാണ്? എനിക്ക് കവിയാണോ? അല്ല, സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സിനിമയും കഴിയുന്നത്ര പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. മമ്മിക്ക് മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം സ്റ്റെപ്പ് കയറാനൊക്കെ പാട് പറയുന്നതുകൊണ്ട് പോവാൻ ചിലപ്പോൾ പറ്റാറില്ല. എങ്കിലും കഴിയുന്നത്ര സിനിമകൾ കാണാൻ. പാട്ട് പാടും? ഇല്ലില്ല, പാട്ട് പാടില്ല. രണ്ടുപേരും മൂളാൻ പറഞ്ഞ ഇല്ലില്ല. നമുക്ക് ഈ ടീ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടാലറിയാലോ, ഗൂഗിളാണ്. അപ്പോൾ ഗൂഗിളിൽ ചിന്താ ജെറോമിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കീറുക, ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കുക, അതിന് ആൻസർ പറയുക എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിന്താ ജെറോം ഡെയിലി റൊട്ടീൻ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ വന്നു. ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി റൊട്ടീൻ. രാവിലെ എണീക്കുക. എത്ര മണിക്ക്? അതും കൂടെ പറയാം. അത് ഡിപ്പെൻസ് ആണ്. കമ്മിറ്റി ഉള്ള ദിവസമാണെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കും. ഇപ്പം അങ്ങനെ കമ്മിറ്റികളില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എനിക്ക് രാവിലെ ഉറങ്ങാൻ കുറച്ച് ഇഷ്ടമാണ്. രാത്രി ലേറ്റ് നൈറ്റ് കുറച്ച് നേരം കൂടുതൽ ലൈവായിരുന്ന് കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. രാവിലെ എഴുന്നേൽക്കുക, മമ്മിയായിട്ട് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനുശേഷം പാർട്ടി ഓഫീസിലേക്ക് പോവും. തൊട്ടടുത്ത് തന്നെയാണ് പാർട്ടി ഓഫീസിൽ പോവും. ഉച്ചവരെ പാർട്ടി ഓഫീസിൽ അവിടുത്തെ കമ്മിറ്റി ഉണ്ടെങ്കിൽ കമ്മിറ്റികളിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ അവിടുന്ന് ചുമതല തരും നമ്മളെവിടെയാണ് പോകേണ്ടത് എന്നാണെന്നുള്ളത്. അതിനുശേഷം തിരിച്ച് ഉച്ച കഴിയുമ്പോൾ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ഏതെങ്കിലും പബ്ലിക് മീറ്റിങ്സ് ഉണ്ടെങ്കിൽ അതിന് പോകും. അത് കഴിഞ്ഞിട്ട് മമ്മി ഞാനും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കറക്കമുണ്ട് ചിന്നക്കടയിൽ. ചില സ്പോട്ടുകളുണ്ട് മമ്മിക്ക് ചായ കുടിക്കാനും പഴംപൊരി കഴിക്കാനും ഒക്കെ ഉള്ളത്. പ്രത്യേകിച്ചും കൊല്ലത്തെ റമീസ് ഞങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ നമ്മുടെ ഫ്രണ്ടാണ് സഞ്ജു ഉണ്ട്, നവാസ് ഉണ്ട്, അവിടെ സുധീഷ് ഉണ്ട്, കുറച്ച് കൂട്ടുകാരുണ്ട് അവിടെ. അവരെല്ലാവരുമായിട്ട് കുറച്ച് സമയം അവിടെ പോകും. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മുടെ കടകളിൽ എവിടെയെങ്കിലും പോയി മമ്മിക്ക് ചായ പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ മമ്മിയായിട്ടൊന്ന് കറങ്ങി തിരിച്ചു വന്ന് വൈകുന്നേരം ഒരു 8-8:30 ശേഷം കുറച്ചധികം സമയം ഞാൻ എനിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറച്ചധികം വായിക്കേണ്ട സമയത്ത് വായിക്കുക, എഴുതുക, അല്ലെങ്കിൽ ഫോണുകൾ വിളിക്കുക, പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ജേർണൽ ചെയ്യാറില്ല. പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലതെല്ലാം ഒന്ന്
കറക്റ്റായിട്ട് ക്രോഡീകരിച്ച് ഓക്കെ. അങ്ങനെ ഡ്രൈവ് ചെയ്യോ? ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ദൂരെയോട്ടെല്ലാം ഇപ്പം ഞാനും മമ്മിയും പോകുമ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഖാക്കൾ SFIക്കാരെങ്കിലും ആദർശ് ഷാഫി അവരൊക്കെയാണ് വരുന്നത്, അവരാരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പോകും. രാവിലെ എണീക്കുന്നു, പാർട്ടി കാര്യങ്ങൾ നോക്കുന്നു, മമ്മിയുടെ കൂടെ ചായ കുടിക്കുന്നു, അങ്ങനെയാണ് പൊതുവെ. പിന്നെ ഇതേപോലെ ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. ഇതിൻ്റെ ഇടയിൽ സിനിമ ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പോകും. നെക്സ്റ്റ് ഇത് പെട്ടെന്ന് പറയണം കേട്ടോ. ഈ ചിന്താ ജെറോം മാരീഡ്? നോ. സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ മനസ്സിലാവും. ഒന്നുമില്ല, കാരണം എപ്പോഴും ഇങ്ങനെ പുറത്തായതുകൊണ്ടും ഭയങ്കരമായിട്ട് നമ്മൾ പൊടിയിലായതുകൊണ്ടും എല്ലാം വളരെ അക്നെ പ്രോൺ സ്കിന്നാണ്. മുഖത്ത് നിറയെ കുരുപ്പും പാടും ദുരിതവും കഷ്ടപ്പാടുമാണ്. ഉപയോഗിക്കുന്നത് ചിന്താ ജെറോമിന്റെ സൺസ്ക്രീൻ ഏതാണ്? എനിക്ക് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ അഞ്ജന, കൊല്ലത്ത് പ്രശാന്തി അവരുടെ മകളാണ്, എൻ്റെ ഫ്രണ്ടാണ് അഞ്ജന. അപ്പം അഞ്ജന ഡോക്ടർ ഈ ഇടയ്ക്ക് ഒരു സൺസ്ക്രീൻ തന്നു. അതാണ് അതിൻ്റെ പേര്. ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. മോയ്സ്ചറൈസർ ഉപയോഗിക്കാറില്ലേ? എന്ന് വെച്ചാൽ ഞാൻ കുളിച്ചിട്ട് മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീനും ഇട്ട് എല്ലാവരും 5 മിനിറ്റ് കൊണ്ട് സൺസ്ക്രീനും ഇട്ട് അങ്ങ് ഇറങ്ങും. അതാണ്. പക്ഷേ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് പിമ്പിൾസ് ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ ഈ ജോ ലൈനിലാണ് കൂടുതലും പിമ്പിൾസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു റീല് കണ്ടു, അത് ഹോർമോണൽ ഇഷ്യൂസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കണം. എല്ലാവരും പോലൊക്കെ തന്നെ. പക്ഷെ നിങ്ങളുടെയൊക്കെ എനിക്ക് നിന്റെ നല്ല സ്കിന്നായിട്ട് തോന്നുന്നു. പക്ഷേ ഈ യാത്രയും വെയിലും പൊടിയും എല്ലാം കാരണം അതാണ്. അതുകൊണ്ട് യാതൊരു സ്കിൻ കെയർ റൊട്ടീനും ഇല്ല. ഞാൻ ചിന്താ ജെറോം കുക്ക് നേരത്തെ തന്നെ പറഞ്ഞു മമ്മിയാണ്. മമ്മിയാണ്. ഞാൻ അങ്ങനെ ഒന്നും അധികമായി ചെയ്യാറില്ല. എന്നാലും രാവിലെ ഉറക്കം എണീറ്റ് വന്നിട്ട് മമ്മിക്ക് ഒരു കട്ടൻ കാപ്പിയും ഒക്കെ ഇട്ട് മുട്ടയൊക്കെ പുഴുങ്ങിയൊക്കെ വയ്ക്കാറുണ്ട്. പിന്നെ അതിൽ കൂടുതൽ അങ്ങനെ വലുതായിട്ട് കുക്ക് ചെയ്യാൻ അങ്ങനെ അധികമായിട്ട് ഞാൻ സാഹസപ്പെടാറില്ല. ഒന്ന് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മമ്മി എനിക്ക് കുക്ക് ചെയ്ത് തരുന്നതെന്ന് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കും മമ്മി കുക്ക് ചെയ്ത് തരുമ്പോൾ അത് കഴിക്കാനാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ രാത്രി കൂടുതലും ഞങ്ങൾ പുറത്തൊക്കെ പോയി പുറത്തുനിന്ന് കഴിക്കും, ട്രാവലിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കും. സാലറി പെർ മന്ത് ഇപ്പൊ സാലറി ഇല്ലല്ലോ, 3 കൊല്ലമായിട്ട്. മമ്മിയുടെ പെൻഷൻ പെർ മന്ത് എത്ര ആണെന്ന് ചോദിച്ചാൽ എത്ര അമ്മ, 45ഓ 50ഓ എങ്ങാണ്ടുണ്ട്. അപ്പം മമ്മിയുടെ പെൻഷൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും, ഞാനത് സ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. ചിന്താ ജെറോം ബാങ്ക് ബാലൻസ് ഒക്കെ വളരെ കമ്മിയാണ്. നോക്കണോ? വല്ല സ്ക്രീൻഷോട്ട് കാണിക്കും. വല്ല 230 300 രൂപയൊക്കെ കാണത്തുള്ളായിരിക്കും ഇന്ന്. കാരണം കാണിക്കണോ? വേണ്ട, കാണിക്കണമെന്നില്ല. ഈ ചിന്ത മോർണിംഗ് പേഴ്സൺ ഇതൊക്കെ ആരാ സെർച്ച് ചെയ്യുന്നത് ഞാൻ അറിയിക്കുന്നത്. ഇങ്ങനെയൊക്കെ അറിയാൻ ടെൻഷൻ. What is in her bag? What's in her bag? ബാഗ് അവിടെ ഇരിക്കുന്നു. ബാഗിൽ എന്താ, പൗച്ച്, എൻ്റെ പേഴ്സ് ഉണ്ട്, ഒരു നോട്ട് പാഡ് ഉണ്ടാവും. നോട്ട് പാഡ്, ഒരു പേന, പിന്നെ ഫോൺ ഇപ്പം കയ്യിലിരിക്കുക. പിന്നെന്താ, പിന്നെ ഈ പറഞ്ഞതുപോലെ സൺസ്ക്രീൻ ഉണ്ട്, ലിപ് ബാം ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇത്ര ബോറിംഗ് ആവാറുണ്ടോ? അതെന്താ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ ബാഗിലുള്ള ആക്രസാനം മൊത്തം. ചില യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കാണിക്കുന്നത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BA MA. ഞാൻ ബോറിംഗ് എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല കേട്ടോ, ഓർത്തെങ്കിൽ അല്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് B.Ed ചെയ്തു കർമ്മൽ റാണിയിൽ. അതിനുശേഷം UGC നെറ്റ് JRF കൂടി ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ PhD കംപ്ലീറ്റ് ചെയ്തു. PhD നമ്മളിവിടെ PhDയുടെ കാര്യം പറഞ്ഞപ്പോൾ PhD ചെയ്തത് എന്തായിരുന്നു വിഷയം? നവലിബറൽ കാലത്തെ കച്ചവട സിനിമകളുടെ പ്രത്യയശാസ്ത്രം. അപ്പോൾ അന്ന് 1990 മുതൽ 2015 വരെയുള്ള സിനിമകളാണെന്ന് തോന്നുന്നു പഠനത്തിനായിട്ട് എടുത്തത്. അതിൽ വല്യേട്ടനുണ്ട്, ധ്രുവമുണ്ട്, ആറാം തമ്പുരാൻ, ആ ഒരു നരസിംഹം, അങ്ങനെ കുറച്ച് സിനിമകളാണ് ഉള്ളത്. അതിലൊക്കെ പറയുന്ന പോലത്തെ ഈ ഫ്യൂഡൽ, ഗൃഹാതുരം,
പിന്നെ ഈ പിന്തിരിപ്പൻ ചിന്തകളൊക്കെ ഇപ്പോഴതൊക്കെ വിമർശന വിധേയമാക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ സിനിമകളിലോ? ഇപ്പോൾ ഒരു വലിയ സീ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പാറ്റേണിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുതിയ സംവിധായകർ വരുന്നു, പുതിയ തിരക്കഥാകൃത്തുകൾ, പുതിയ ഒരു പാറ്റേണിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. അപ്പം വലിയൊരു മാറ്റം. അതെൻ്റെ തീസിസ് അവസാനിക്കുന്നത് ആ ഒരു ദർ ഇസ് എ സീ ചേഞ്ച് ഇൻ ടു സംതിങ് റിച്ച് ആൻഡ് സ്ട്രേഞ്ച്. ഒരു വലിയൊരു മാറ്റം സിനിമയ്ക്കകത്ത്, പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കകത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെയും അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സുകളുടെ ഒന്നും ഭാരമില്ലാതെ ഒരു സിനിമ ഇങ്ങനെ കണ്ട് ആളുകൾ പറയുന്ന പോലെ സിനിമയെ സിനിമയായി കണ്ട് ആസ്വദിക്കണം, ഇതൊരു ഭാരമാണ്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് തീസിസ് യഥാർത്ഥത്തിൽ ഞാൻ PhD ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലേക്ക് ചെന്ന് ആദ്യം മീന മാമിനെയാണ് കാണുന്നത്, മീന ടി പിള്ള. അപ്പം മീന മാമിനെ കണ്ട സമയത്ത് മീന മാമാണ് എന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വിട്ടത്. അപ്പം മീന മാം എന്നോട് പറഞ്ഞു, ഇങ്ങനെ സിനിമയെക്കുറിച്ച് ചെയ്യുക, സിനിമയുടെ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുക, തനിക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് എൻ്റെ ഗൈഡ് ഡോക്ടർ PP അജയകുമാർ സാറിനെ കാണുന്നതും ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതും. ഇതിന് ശേഷം ഈ പറഞ്ഞതുപോലെ സിനിമ കാണുമ്പം നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ ആംഗിളിൽ നോക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ മനസ്സിൽ നിന്ന് അതൊക്കെ വിട്ട് അതൊന്നും ചിന്തിക്കേണ്ട, സിനിമ ആ 2.5 മണിക്കൂർ അത് കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ള ലെവലിൽ കാണാറുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു വലിയ ഭാരമൊന്നും തോന്നാറില്ല, സിനിമ കണ്ട് ആസ്വദിച്ച് പോകാറുണ്ട്. ലാസ്റ്റ് അങ്ങനെ ആസ്വദിച്ച് കണ്ട ഒരു സിനിമ ഏതാ? ബാലനാണ് ഇപ്പം ഞാനും മമ്മിയും ലാസ്റ്റ് കണ്ടത്. അതിനുശേഷം പൃഥ്വിരാജിൻ്റെ സിനിമ കാണാൻ പോകാനായിട്ടിരുന്നതാണ്. പക്ഷെ അന്നേരം ഈ മുട്ടുവേന എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് നോളൻ്റെ ഒഡീസി ഉണ്ട് ഉണ്ടല്ലേ, പോവാം. ഇപ്പൊ PhDയും ചിന്തയുടെ വിവാദത്തിൽ ഒന്നൊരു PhD ആയിരുന്നു. പിന്നെ അതിനുശേഷം ആ വിവാദങ്ങൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ചങ്ങമ്പുഴയുടെ ഫാമിലിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായി എന്ന് പറഞ്ഞിട്ട് ചിന്ത ഒരു ഇത് പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വലിയ സ്നേഹമാണ്. ഞാനുമായിട്ട് സത്യത്തിൽ ബാംഗ്ലൂർ ഞാൻ പോകണം, ബാംഗ്ലൂർ ചെന്ന് ചങ്ങമ്പുഴയുടെ കൊച്ചുമകൾ അവിടെ ഉണ്ട്, അപ്പം അവരുടെ കൂടെ താമസിക്കണം, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ച് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അതേപോലെ തന്നെ ചങ്ങമ്പുഴയുടെ മകൾ ലളിത ചേച്ചിയെ സംബന്ധിച്ച് വളരെ വലിയ സ്നേഹത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്. കാരണം ഈ ഒരു വിവാദമെല്ലാം വരുന്ന സമയത്ത് അവരും ആദ്യം ഇത് മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റുകളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഒക്കെ കാണുന്നത് ഞാൻ വലിയെന്തോ അപരാധം ചെയ്തു എന്നുള്ള നിലയിലാണ്. പക്ഷെ ഞാൻ ചെന്ന് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിലാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സിനിമയെക്കുറിച്ചുള്ളൊരു തീസിസ്, ചങ്ങമ്പുഴ കവിതകളെക്കുറിച്ച് അതിനകത്ത് പരാമർശം ഉണ്ടാകേണ്ട കാരണം തന്നെ ഇല്ല. പക്ഷേ അതിൽ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു വരിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതിൽ വന്നൊരു ക്ലറിക്കൽ എററാണ്, ഒരു നോട്ടപ്പിശകാണ് എന്നുള്ളത് ചേച്ചിയുടെ അടുത്ത് സൂചിപ്പിച്ചു. ചേച്ചി അത് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ സംസാരിച്ച് കുറേയധികം നേരം ഇരുന്നു. പിന്നെ അതിനുശേഷം 3-4 തവണ അവിടെ പോയിട്ടുണ്ട്. ഇടയ്ക്കെല്ലാം എന്നെ ഫോണിൽ വിളിക്കും. മകള് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പോയി കണ്ടു. അപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ അടുത്ത ബന്ധമാണ് ആ കുടുംബമായിട്ട് ഇപ്പോൾ ഉള്ളത്. നടൻ മധുവുമായിട്ട് അതുപോലെ ചിന്തയ്ക്ക് അടുത്ത ബന്ധമുണ്ടല്ലോ, എങ്ങനെയാണ് ആ ബന്ധം രൂപപ്പെട്ടത്? ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴും മധു സാറുമായിട്ട് വലിയ ആത്മബന്ധമാണ്. കാരണം പപ്പ ഉള്ള സമയത്താണ് മധു സാറുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അപ്പം പിന്നീട് പപ്പയുടെ മരണസമയത്തെല്ലാം മധു സാറ് കൂടെ ഉണ്ട്. പിന്നീട് ഓരോ സമയത്തും മധു സാറ് എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നിൽക്കുന്നത്. ഞാനൊരു പരിപാടിക്ക് ക്ഷണിക്കാനാണ് ആദ്യമായി മധു സാറിനെ കാണാൻ കണ്ണമ്മൂലയിലെ വീട്ടിൽ പോകുന്നത്. ഞാനും എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അരുൺ VK. ഞങ്ങൾ ചെല്ലുമ്പം മധു സാറ് വീടിൻ്റെ പുറകിലുള്ളൊരു പറമ്പിൽ അദ്ദേഹം തൊഴിലാളികളോടൊപ്പം നിന്ന് ജോലി ചെയ്യുകയാണ്. ഞാൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു ലോഗോ പ്രകാശനത്തിന് സാറ് വരുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ 2 കുട്ടികൾ വന്ന് വിളിക്കുന്നു. അപ്പോൾ സാറിന് അത്ഭുതം തോന്നി. സാറ് ഞങ്ങളെ അകത്ത് കൊണ്ടുപോയി മോളെ പരിചയപ്പെടുത്തി, ഉമ്മച്ചേച്ചിയെ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ വൈഫിനെ പരിചയപ്പെടുത്തി. പിന്നീട് സാറ് ഞങ്ങളുടെ പരിപാടിക്ക് വരികയും അദ്ദേഹം നന്നായി ആ യോഗത്തിൽ പ്രസംഗിച്ച് തിരിച്ചു പോയി. സ്വാഭാവികം നമ്മൾ ഗസ്റ്റിനെ ക്ഷണിക്കും, ഗസ്റ്റ് വരും, തിരിച്ചു പോവും. അത് അവിടെ ആ ബന്ധം അവസാനിക്കാറാണല്ലോ പതിവ്. കുറേ നാളിന് ശേഷം ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഫോണിലൊരു മെസ്സേജ് വന്നു, ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഞാൻ നോക്കി മധുസാറിൻ്റെ നമ്പർ. ഞാൻ കൊണ്ടുപോയി പപ്പായെ കാണിച്ചു. പപ്പ മധുസാറ് ഇങ്ങനെ മെസ്സേജ് അയച്ചു. പപ്പ പെട്ടെന്ന് ചോദിച്ചു ചെമ്മീനിലെ മധുവോ? അപ്പോൾ ഞാൻ പറഞ്ഞു ആ മധുസാറ് മെസ്സേജ് അയച്ചു. അപ്പോൾ പപ്പായും മമ്മിയും വിശ്വസിക്കുന്നില്ല, അങ്ങനെ അല്ല നിനക്ക് ഇതെന്തേലും. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സാർ ഞാൻ കൊല്ലത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൊല്ലം സോപാനത്തിൽ മാസിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട്, ചിന്ത വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. മോള് വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ മധുസാറ് വീട്ടിലേക്ക് വരുക. അപ്പോൾ പപ്പയും മമ്മിയും അത്ഭുതപ്പെടുവാണ്, കാരണം അവരുടെ ഒരു കാലഘട്ടത്തിലെ അത്ഭുത നായകൻ വീട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായും മമ്മിയും പറഞ്ഞു ഇവള് വെറുതെ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് വന്ന് കറിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ കയറിയിരുന്നു. എന്നിട്ട് ഡ്രൈവർ കുറച്ച് കരിക്ക് കൊണ്ടുവന്നു, ഒരു 5-6 കരിക്ക് സാറ് ഞങ്ങൾക്ക് മേടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചു. പപ്പായുമായിട്ട് ഭയങ്കര കൂട്ടായി. പപ്പായും മമ്മിയും ഞാനും ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് തിരിച്ചു പോയി. പിന്നെ കൊല്ലത്ത് എപ്പോൾ പരിപാടി ഉണ്ടെങ്കിലും സാർ ആ പരിപാടിക്ക് ശേഷം സംഘാടകരെല്ലാവരുമായിട്ട് വീട്ടിൽ വരും, കുറേ നേരം ഇരിക്കും, പപ്പായുമായിട്ട് സംസാരിക്കും, തിരിച്ചു പോവും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു, മോളെ ഞാൻ ദുബായി പോന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ഞാനൊരു നീണ്ട ലിസ്റ്റ് അങ്ങ് അയച്ചു കൊടുത്തു. വാച്ച് വേണം, പേന വേണം, പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ അയച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു കൂടെ ആരെങ്കിലും ഒന്ന് വിടുവോ? ഞാൻ എന്താ അല്ല ഇതെല്ലാം ചുമന്നുകൊണ്ട് വരണ്ടേ എന്നിട്ട് സാറ് അത് കണക്ക് ഇഷ്ടംപോലെ എൻ്റെ ആഗ്രഹത്തിൽ കൂടുതൽ സാധനങ്ങൾ എനിക്ക് ഏത് വിദേശയാത്ര നടത്തിയിട്ട് വന്നാലും സാറ് കൊണ്ടുവരും. എനിക്ക് ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ കൊണ്ടു തന്നത് സാറാണ്. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷൂട്ട് ട്രിവാൻഡ്രത്ത് നടക്കുന്നു, ഒന്ന് അങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ചെന്നപ്പോൾ ഉണ്ട് കരാൽക്കടയിൽ നിന്നൊരു നല്ല ചുരിദാർ വാങ്ങിത്തന്നു. അപ്പോൾ അങ്ങനെല്ലാം ഉമ്മച്ചേച്ചിയെ പോലെ തന്നെ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് മധുസാറ്. മധുസാറല്ലാണ്ട് അങ്ങനെ സിനിമയിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ? മധുസാറുമായിട്ടാണ് ഏറ്റവും അടുപ്പം. എനിക്ക് എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ CCL നടക്കുന്ന സമയത്ത് മധുസാറിന് യഥാർത്ഥത്തിൽ അന്ന് പോകണ്ട, എനിക്ക് മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെയും കൂട്ടി CCL കാണാൻ ഞാനും മമ്മിയും എല്ലാം ആയി എറണാകുളത്ത് വന്ന് അങ്ങനെ മോഹൻലാലിൻ്റെ കൂടെ കുറച്ചധികം സമയം ചിലവഴിച്ച്. അന്ന് ലാലേട്ടൻ കളിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തു. അങ്ങനെ ഞാൻ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാലും മധുസാറ് പിടിച്ചു തരുന്ന നിലയിലുള്ള വലിയ സ്നേഹമാണ് എൻ്റെ അടുത്ത്. വലിയ വലിയ ബന്ധങ്ങൾ. അയ്യോ അങ്ങനെയല്ല, അതൊക്കെ പക്ഷെ വളരെ സാധാരണക്കാരിയായ എനിക്ക് വളരെ അടുപ്പത്തിൽ ഇങ്ങനെ ഇത്ര അധികം ഒരു ആത്മബന്ധം സാറിന് എന്നോടുണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അത്ഭുതമാണ്. കാരണം ഞാനൊരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോകുന്നു, പരിപാടിക്ക് അദ്ദേഹം വരുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു വാംത്ത് ഞാനുമായിട്ട് ഉണ്ടാകുന്നു, എൻ്റെ കുടുംബമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ള എനിക്ക് വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ട മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ കണ്ണു നിറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് മൊത്തം മനുഷ്യരിലാണ്. എനിക്ക് എന്താണ് ജീവിതത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ബന്ധങ്ങളാണ്. ഞാനങ്ങനെ എനിക്കൊരു സന്തോഷമാണ് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, അവരുമായി നല്ല ബന്ധം ഉണ്ടാക്കുക. ഞാൻ ഓർക്കും എന്നെ എന്തിനാ ഇങ്ങനെ ട്രോളുന്നത്, എന്നോട് ഇത്ര ശത്രുത എന്തിനാ വയ്ക്കുന്നത്. എന്നെ നേരിട്ട് കാണുന്നവരെല്ലാം പറയും ഇങ്ങനല്ലല്ലോ ചിന്തിച്ച് ഞങ്ങൾ കരുതിയത്. പക്ഷേ എനിക്കറിയില്ല, ഈ പ്രസംഗിക്കുമ്പോൾ ഉള്ളൊരു ടോണും അതിന്റെ മുഖഭാവവും ഒക്കെ ആയിരിക്കാം ഇത്രയധികം വിമർശകരെ ഉണ്ടാക്കിയത്. വിമർശനങ്ങൾ ഉണ്ടാവാൻ എളുപ്പമാണ്, ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. ഒരു പ്രസംഗത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദത്തിനെക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. അല്ല, പൊതുവെ ചിന്താ ജെറോമിന്റെ ശബ്ദം ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. ചെറിയൊരു പതർച്ചയൊക്കെ ഉണ്ട് അതിൽ, ഒരു നാച്ചുറലായിട്ട് തന്നെ ഒരു പതർച്ചയുണ്ട്. അപ്പൊ ഈ ശബ്ദം എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഈ വോയിസ് നോട്ടൊക്കെ അയച്ചിട്ട് പിന്നെ അതിരുന്ന് കേൾക്കുമ്പോൾ എനിക്കറിയാം ഞാൻ അതുകൊണ്ട് വോയിസ് അയക്കുന്നോ കുറവാ, പിന്നെ ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ട് വോയിസ് അയക്കും. എൻ്റെ സൗണ്ട് എന്തോ എനിക്ക് അത്ര എല്ലാവർക്കും അങ്ങനെയാന്ന് പറഞ്ഞാലും കേൾക്കുമ്പോൾ എനിക്ക്. പക്ഷെ ഞാൻ ഇന്നാളൊരു ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് എനിക്ക് കണ്ടപ്പോൾ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ സൗണ്ട് കേട്ടപ്പോൾ ഉറപ്പായിരുന്നു. ഞാൻ പറഞ്ഞു സൗണ്ട് കേട്ടോ മനസ്സിലായോ എന്ന് പറഞ്ഞു. അപ്പം സൗണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതൊരു സന്തോഷം. യൂണീക്കാണ്. റാപ്പിഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റാപ്പിഡ് ആയിട്ടുള്ള മറുപടി അറിയണം. ഓക്കെ. സ്വയം വിശേഷിപ്പിക്കാനായി ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും ചിന്ത തന്നെ വിളിക്കുക? കൂൾ. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ട് ഏതാണ്? ഒരു ആത്മബന്ധമുള്ളൊരു പാട്ട്. എനിക്ക് വേടന്റെ കടലമ്മ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ
ഇങ്ങനത്തെ ഫാസ്റ്റ് നമ്പേഴ്സ് കേൾക്കാൻ, കുറച്ച് റാപ്പ് അങ്ങനത്തെ പാട്ടുകൾ കേട്ടാൽ ഞാൻ ഹൈ ആവും. ഹൈ ആയിരിക്കുമ്പോഴും എനിക്കത് കേൾക്കാൻ ഇഷ്ടമാണ്, ലോ ആയിരിക്കുമ്പോഴും എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ജിമിക്കി കമ്മൽ ഇഷ്ടമല്ല? ജിമിക്കി കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കാറുണ്ട് ഇടക്കിടക്ക്. പിന്നെ ജിമിക്കി കമ്മൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു തവണ ഇവിടെ ഇത് നടന്നല്ലോ, ട്രിവാൻഡ്രത്ത് വൺ ഡേ അല്ലേ നമ്മുടെ, അപ്പോൾ അത് കാണാൻ പോയപ്പം ഞാനും ഞങ്ങളുടെ DYFI സഖാക്കളും കൂടെ ആയിട്ട് ഇങ്ങനെ മമ്മിയുണ്ട്, ഞങ്ങൾ സ്റ്റേഡിയത്തിനകത്തോട്ട് കയറിയതും ജിമിക്കി കമ്മൽ ഭയങ്കരമായിട്ട് അവിടെ പ്ലേ ചെയ്യുവാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ നോക്കുന്നു. ഞാൻ വളരെ കൂളായി നടന്നു. എവിടെ കേട്ട് നല്ല പരിചയമുള്ള പാട്ട് ആരായി ഈ പാട്ട്. രാഷ്ട്രീയം അധ്യാപനവും ഇല്ലായിരുന്നെങ്കിൽ ചിന്ത പിന്നെ ആരാകുമായിരുന്നു? ഞാൻ ചിലപ്പം ഒരു ആക്ട്രസ് ആയനെ. അയ്യോ, ഞാൻ ചിലപ്പം നിങ്ങളെപ്പോലെ ഒക്കെ ആയനെ. മാധ്യമ പ്രവർത്തനത്തിലേക്ക്. മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഇതുപോലെ ഇൻ്റർവ്യൂകളൊക്കെ ചെയ്യുക. എനിക്ക് FM-ൽ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നൈല ഉഷേനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ടോ, കൊള്ളാലോ, അതുപോലെയൊക്കെ ഞാൻ ചില്ല് ചെയ്ത് നടന്നേനെ. ഈ ക്യാപ്റ്റൻ എന്ന പേര് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു ഇന്ത്യൻ ടീം ക്യാപ്റ്റനെയാണോ അല്ലെങ്കിൽ പിണറായി വിജയനെയാണോ? ഇപ്പോൾ കുറച്ച് നാളായി പിണറായി സഖാവിൻ്റെ മുഖം പെട്ടെന്ന് ഓർമ്മ വരും. ഗൂഗിളിൽ നിന്ന് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഏത് വിവാദമായിരിക്കും, ചിന്തയെക്കുറിച്ച് വന്ന ഏത് വിവാദമാണ് ഡിലീറ്റ് ചെയ്യുക? ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല, അല്ല അവിടെ കിടക്കട്ടെ, അതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. എല്ലാവരും അറിയട്ടെ. ഏതെങ്കിലും വിമർശനം കേട്ടിട്ട് അത് ശരിയാണല്ലോ, അത് ശരിയാക്കണം, അത് തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം PhD-യുടെ തന്നെ ഈ വിവാദം വന്ന സമയത്ത് അത് ഞാൻ ഒരുപാട് തവണ വായിച്ചതാണ്, വീണ്ടും വീണ്ടും വായിച്ചതാണ്. എൻ്റെ സുഹൃത്തുക്കൾ വായിച്ചു, അധ്യാപകർ വായിച്ചു, ഗൈഡ് വായിച്ചു, പക്ഷെ ആരുടെയും കണ്ണിൽ പെട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ അത് ഒന്നുകൂടി നോക്കേണ്ടതായിരുന്നല്ലോ. അപ്പം ഇനി ഭാവിയിൽ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം എഴുതുമ്പോഴായാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും കുറച്ചുകൂടി ജാഗ്രത വേണമെന്നുള്ളൊരു വലിയ എക്സ്പീരിയൻസും അനുഭവവും എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണത്. അത് ചൂണ്ടിക്കാണിച്ചവരോടെല്ലാം ആ ഘട്ടത്തിൽ ഞാൻ നന്ദി പറഞ്ഞു. കാരണം നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും വളരെ വീണ്ടും 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 ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഒരു അക്കാദമിക് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും അത് എത്രമാത്രം പാടാണ്. ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രോസസ്സ് എത്ര പാടാണ്. അതിനുവേണ്ടി നമ്മൾ ചിലവഴിച്ച സമയം, നമ്മൾ കളഞ്ഞ ഉറക്കം, നമ്മുടെ പെയിൻ, നമ്മൾ അനുഭവിച്ച സ്ട്രെസ്സൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഗവേഷണം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷെ അതെല്ലാം പെട്ടെന്ന് അങ്ങ് റദ്ദ് ചെയ്യപ്പെടുമല്ലേ ആ ഒരു തെറ്റ് വന്നതോടുകൂടി. ഒരു നോട്ടപ്പശ കാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ജാഗ്രത വേണം എന്ന് ഞാൻ ആ അനുഭവം എന്നെ പഠിപ്പിച്ചു. രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ആരാകുമായിരുന്നു? ഞാൻ 1-2 ആൾക്കാരുടെ പേര് പറയാം, അപ്പോൾ ക്യുക്കായിട്ടുള്ളൊരു മറുപടി വേണം. പിണറായി വിജയൻ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ രാഷ്ട്രീയത്തിലല്ലായിരുന്നെങ്കിൽ അത് കഴിഞ്ഞു. രാഷ്ട്രീയത്തിലല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആരാകുമായിരുന്നു? പിണറായി സഖാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുള്ളിയുടെ പഞ്ച്വാലിറ്റിയാണ്. അപ്പം പുള്ളി ഏത് മേഖലയിലായിരുന്നാലും ശോഭിച്ചേനെ, കാരണം ആ ഒരു പഞ്ച്വാലിറ്റി പുള്ളിക്കുണ്ടല്ലോ. ഓക്കെ, ഷാഫി പറമ്പിൽ. പുള്ളി ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ നന്നായി സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ആ മേഖലയിൽ എവിടെയെങ്കിലും ശോഭിക്കും. ശിവൻകുട്ടി സാബ് അധ്യാപകനായനും അതേപോലെ തന്നെ അധ്യാപകനായി. എതിർ പാർട്ടിയിലെ യുവ നേതാക്കന്മാരിൽ നിന്നും ഒരാളെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആരെയാകും വിളിക്കുക? എതിർ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ അവസരം. അതന്നെ, എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഒരാളുടെ പേര് ചിന്തയ്ക്ക് പേഴ്സണലി താല്പര്യമുള്ള ഇവർ ഇവിടെ പ്രവർത്തിച്ചാൽ നന്നായേനെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, അവരിപ്പോ അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവരോടുള്ള വിയോജിപ്പ്. അവർ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറായാലും ആർക്കും സ്വാഗതം. അല്ല, കൊണ്ടുവരേണ്ട അവസരം കിട്ടാണ് ഒരാളെ. ഓക്കെ, ഇയാൾ ഇതിലുണ്ടെങ്കിൽ ഇതൊരു ബെനിഫിറ്റ് ആണ്, അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കണം, എടുത്തേ പറ്റൂ. അങ്ങനെ ഇപ്പൊ ഒരു ഫയർ ബ്രാൻഡിന് ആരും വേണ്ടെന്ന് അങ്ങനല്ല, നമ്മളിപ്പോൾ അങ്ങനെ പോയ ഒരാളെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ലല്ലോ, അവർ സ്വയം മനസ്സിലാക്കി വരിക എന്നുള്ളതല്ലേ. CPM-ലുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി യൂത്തന്മാരുള്ളത് ഇപ്പുറത്താണ്. അല്ല, അവർക്ക് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ നന്മയും ശരിമയും മനസ്സിലാക്കി വരുന്നവർക്ക് എല്ലാവർക്കും വരാൻ കഴിയും. സന്ദീപ് വാര്യറിനെയൊക്കെ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിലും തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇപ്പം അവരെ നമ്മൾ കാണുന്നത് അവരേത് ഐഡിയോളജിയാണോ ഉയർത്തുന്നത് ആ നിലയിലാണ് അവരെ കാണുന്നത്, വ്യക്തികളെന്നുള്ള നിലയിലല്ലല്ലോ. അവർ നമ്മളിലേക്ക് വന്നാൽ നല്ലത്. ഈ നേരത്തെ സിനിമകളുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു വളർച്ചയുണ്ടെന്ന് ചിന്തയ്ക്ക് തോന്നുന്നുണ്ടോ? പണ്ട് കാലങ്ങളിൽ നിന്ന് ഈ എന്താ പറയുക, ഹീറോ നായകന് പുറത്താണല്ലോ എപ്പോഴും നായിക കഥാപാത്രങ്ങൾ ഉണ്ടാവാറ്. അപ്പം അതിൽ നിന്നൊരു വളർച്ച ഉണ്ടാകുന്നുണ്ട്
ഇപ്പൊ വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ പണ്ടും നല്ല ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കള്ളിച്ചെല്ലമ്മ പോലുള്ള സിനിമകളൊക്കെ ഉള്ള ഘട്ടത്തിലൊക്കെ നല്ല ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീടൊരു ഘട്ടം വന്നപ്പോഴത്തേക്കും സ്ത്രീ അത്തരത്തിലൊരു ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീയെ കമോഡിഫൈ ചെയ്യുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. സ്ത്രീകൾ നല്ല ബോൾഡായ അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ കൺവെൻഷണൽ പാട്രിയാർക്കൽ കോൺസെപ്റ്റിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോഴത്തെ സിനിമയിൽ വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്ന കാര്യം. പക്ഷേ ഈ അടുത്തൊരു വിവാദം ഉണ്ടായിരുന്നില്ലേ, സ്ത്രീകൾക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാകുന്നു എന്ന് പറയുന്ന രീതിയിലൊരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിനെ പ്രതിരോധിച്ചത് മഞ്ഞുമൽ ബോയ്സിൽ സ്ത്രീനെ ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മലയാളത്തിൽ പ്രാധാന്യം കുറയുന്നു എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ പോലും സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ള രീതിയിലൊരു വിവാദം ഉണ്ടായിരുന്നു. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഒരു മാറ്റം വരുന്നുണ്ട്. കൂടുതൽ സ്ത്രീപക്ഷ സിനിമകൾ വരുന്നുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന കഥാപാത്രങ്ങളും വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളും വരുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു മാറ്റമായിട്ട് തോന്നുന്നത്. നമ്മുടെ മീഡിയയിലുള്ള ജനപ്രിയ ജേർണലിസ്റ്റുകൾക്ക് ചിന്തയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനുള്ള മറുപടി പറയുക. നിങ്ങളുടെ ഇവിടുത്തെ ജേർണലിസ്റ്റുകളൊക്കെ അറിയില്ലേ? അറിയാനേ. ചിന്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ബോൾഡ് ആണെന്ന് കൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും. നമ്മൾ ഡേ ടു ഡേ എൻകൗണ്ടർ ചെയ്യേണ്ടതായ ഒരു വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ രാത്രിയിലൊക്കെ തനിച്ച് ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ വിഷയം? പിന്നീട് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ മനുഷ്യരല്ലേ, നമുക്ക് സങ്കടം തോന്നും. ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ എന്നെ വിമർശിക്കാൻ പാകത്തിൽ ഉള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിമിഷ നേരത്തേക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാറുള്ളൂ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് മറ്റു പല കാര്യങ്ങളും കടന്നു വരും. അതായത് ഇതിൻ്റെ മറ്റൊരു ഭാഗമുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടുന്നു, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ പ്രസ്ഥാനം എനിക്ക് തരുന്നൊരു സംരക്ഷണമുണ്ട്, ഒരു കരുത്തുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കാതെ പോകുന്നത് പ്രസ്ഥാനം നൽകുന്ന കരുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ രാത്രി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായാലും അടുത്ത നിമിഷം അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന അത്ര ധൈര്യം എനിക്ക് എൻ്റെ പാർട്ടിയും സംഘടനയും എല്ലാം നൽകുന്നുണ്ട്. എനിക്ക് ചിന്തയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ചിന്ത ക്യാമറയ്ക്ക് മുമ്പിൽ സ്റ്റേജിൽ ഒരാളാണ്, പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ വേറെ രീതിയിലുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ ഭയങ്കര അച്ചടിച്ച ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നു. നേരിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര തന്മയത്വത്തോടുകൂടി ഓർഗാനിക്കായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരുപക്ഷെ അത് പലപ്പോഴും ചിന്തയെ പറ്റിയുള്ളൊരു ഇമേജ് പുറത്തേക്ക് ബിൽഡ് ചെയ്യുന്നതിൽ ഈ രണ്ട് ഡ്യുവൽ പെരുമാറ്റം അല്ലെങ്കിൽ ഡ്യുവൽ വ്യക്തിത്വം സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബോധപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണോ, അതല്ല ഈ ക്യാമറ വരുമ്പോൾ സ്റ്റേജ് വരുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ? അത് തിരുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം എനിക്ക് ഈ ഒരു ഇങ്ങനൊരു ഇമേജ് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. കാരണം ഞാൻ സ്റ്റേജിൽ പോയി സംസാരിക്കുന്ന സമയത്ത് മൈക്ക് കാണുമ്പം ഞാൻ മറ്റൊരാളാവുന്നു എന്ന് പലരും പറയാറുണ്ട്. എനിക്കും എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പിന്നീട് തോന്നും, ഞാൻ ഇത്രയും ഗൗരവത്തിൽ ഇങ്ങനെയാണോ സംസാരിച്ചതെന്ന് എനിക്കും തോന്നാറുണ്ട്. ഞാനത് ബോധപൂർവ്വം മാറ്റാൻ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ അതെൻ്റെ ഒരു ശൈലിയാണല്ലോ, പ്രസംഗ ശൈലി എന്നൊക്കെ പറയുന്ന കണക്ക് പ്രസംഗിക്കുമ്പോൾ ചെറുപ്പം തൊട്ടേ രൂപപ്പെട്ടു വന്നൊരു ശൈലിയാണ്. അത് പെട്ടെന്ന് മാറ്റുക കുറച്ച് പ്രയാസമാണ്. 1-2 അങ്ങനെ മാറ്റാൻ നോക്കി പാളിയിട്ടുമുണ്ട്. അതുകൊണ്ട് എങ്കിലും കുറച്ചുകൂടി ഞാൻ സംസാരിക്കുമ്പോൾ ആ സദസ്സിന് അത് ഇഷ്ടപ്പെടാറുണ്ട്. അത് പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞതുപോലെ ഒരു അച്ചടി ഭാഷയുടേതും ഒരു കൃത്രിമത്വം ഒക്കെ തോന്നുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഭാവിയിൽ പതുക്കെ അത് രണ്ടും കൂടെ ശരിയാക്കി പോകാൻ പറ്റും. ചിന്ത, ഞാനൊരു കൊല്ലംകാരനാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് CPM-ൻ്റെ ബീറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇപ്പോൾ CPM ബീറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലാതെ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ചിന്തയുടെ പേര്, അത് നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും ചിന്തയുടെ പേരുണ്ടാവും. പ്രത്യേകിച്ച് കുണ്ട്ര മണ്ഡലത്തിൽ, എൻ്റെ മണ്ഡലം കുണ്ട്രയാണ്. കുണ്ട്രയിൽ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ചിന്തയുടെ പേരുണ്ട് എന്നുള്ളത്. അപ്പോൾ
കുണ്ടറ മണ്ഡലത്തിൽ ഒരു തവണയല്ല 2 തവണ ആ പേര് അങ്ങനെ കേട്ടിട്ടുണ്ട്. കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കൊല്ലം മണ്ഡലത്തിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പേര് കേട്ടിരുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ ചിന്തയുടെ പേര് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ചിന്തയുടെ പേര് ഇങ്ങനെ സജീവമായി വരികയും പക്ഷേ ഒരു സമയത്ത് ചിന്ത മത്സരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയും എന്ന് ചിന്ത കരുതുന്നുണ്ടോ? നിങ്ങളിങ്ങനെ ഓരോ തവണയും മത്സരിക്കുമെന്ന് വാർത്ത കൊടുക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ. കാരണം മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകളുടെയൊക്കെ പേരുകൾ വെച്ച് വാർത്ത കൊടുക്കും. അതൊക്കെ ആര് മത്സരിക്കുമെന്നുള്ളത് ആ സമയത്ത് എല്ലാ ഘടകങ്ങളും ഒക്കെ പരിശോധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയല്ലേ മുന്നണികൾ മത്സരിപ്പിക്കുക. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത്തരത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ഓരോ ഘട്ടങ്ങളിലും മത്സരിപ്പിച്ചിട്ടുണ്ട്, ഭാവിയിൽ മത്സരിപ്പിക്കും. എനിക്ക് വ്യക്തിപരമായി ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചുമതല നിർവഹിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയാണല്ലോ. അപ്പോൾ പാർട്ടി പലതരം ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട് എനിക്ക്. ഇപ്പോൾ യൂത്ത് കമ്മീഷൻ്റെ ചുമതല നിർവഹിക്കാനുള്ള അവസരം തന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിരവധി നൽകുകയാണ്. അപ്പം പാർട്ടി നൽകുന്ന ഉത്തരവാദിത്വം ഏതാണോ അത് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ അത് ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുക. ഹായ് ചിന്ത, സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ചിന്തയാണ് ഈ പൊളിറ്റിക്കൽ ടീയിൽ ഇപ്രാവശ്യത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നാണ്. അങ്ങനെ വലിയ സീരിയസ് ഒരു പൊളിറ്റിക്കൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നല്ല, ഒരു ലൈറ്റ് സാധനം. കുറച്ചായെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ ഒരു ക്രിസ്ത്യൻ മാട്രിമോണിയൽ സൈറ്റിൽ ചിന്തയുടെ ഒരു ആഡ്, വരനെ തേടിക്കൊണ്ടുള്ള ഒരു ആഡ് വന്നിരുന്നല്ലോ. അന്ന് ചിന്ത പറഞ്ഞത് അത് എൻ്റെ അമ്മയുടെ അറിവോടെ അല്ല എന്നൊക്കെയായിരുന്നു. അതിലെ വിദ്യാഭ്യാസവും മതവും ഒക്കെ വെച്ചുകൊണ്ട് ഒരു കല്യാണ പരസ്യമായിരുന്നു. അത് സത്യത്തിൽ അന്ന് അത് ആരാണ് ആ പണി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. വിവാഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പിന്നെ ഒരു ചിന്താഗതി, ഇപ്പോഴത്തെ ചിന്താഗതി എങ്ങനെയാണ്? കല്യാണത്തിന് വല്ല പ്ലാൻ ഉണ്ടോ? ഇനി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലവ് മാരേജ് ആയിരിക്കുമോ, അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കുമോ, എന്തുകൊണ്ട്? അല്ല, ഞാൻ അത് അന്ന് പറഞ്ഞ അതേ മറുപടി തന്നെയാണ്. അങ്ങനെ ഒരു മാട്രിമോണിയലിലൊക്കെ നൽകി വരനെ തേടി എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ അന്ന് വലിയ ചർച്ചയിലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അറിവോടോ സമ്മതത്തോടോ അല്ല അങ്ങനെ ഒന്നും വന്നിട്ടുള്ളതെന്നുള്ളത്. പിന്നെ കല്യാണം അതിൻ്റെ അറിയിക്കാൻ സമയമാകുന്ന സമയത്ത് ഉറപ്പായിട്ടും മാധ്യമങ്ങളോട് പറയും. കല്യാണത്തെക്കുറിച്ച് എന്താണ്, മമ്മി കല്യാണം കഴിക്കണമെന്ന് നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്നു. ഉറപ്പായിട്ടും പറയാം. ഒരു കൊല്ലക്കാരിയാണല്ലോ, അപ്പോൾ ഈ കൊല്ലത്തിൽ എന്താ ഐസ്ക്രീമിനടി, പപ്പടമടി, അങ്ങനത്തെ ഫുള്ള് അടികളാണല്ലോ. അപ്പം അതിനെ പറ്റിയിട്ട് എന്താണ്? അതൊക്കെ വെറുതെ പറയുന്നത്. ഈ അടുത്തും കൂടെ അല്ല, മന്തി കിട്ടാത്തതിന് ഇതൊക്കെ ചെറിയ എവിടെങ്കിലും ഒക്കെ നടക്കുന്ന ഒരു മന്തിക്കട അത് തന്നെ. അത് നിങ്ങൾ കൊല്ലത്തൊന്ന് വന്ന് കുറച്ച് ദിവസം കൊല്ലത്ത് നിന്ന് കഴിയുമ്പോൾ അറിയാം കൊല്ലംകാരുടെ സ്നേഹവും. കൊല്ലം കണ്ടാ ഇല്ല വേണ്ടെന്ന് പറയുന്നത് വെറുതെ പറയുന്നതൊന്നും അല്ല. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കറിയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊന്നും ഇല്ല, നീ ഇപ്പൊ കയ്യിൽ നിന്ന് ഇട്ടതാ. അപ്പം അല്ല, കൊല്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഒരുപാട് സവിശേഷതകളുള്ള സ്ഥലമാണ്. ഇപ്പോൾ കായലും കടലും മലയും എല്ലാം ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് വന്നാൽ മതി. അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവാണ്, വളരെ ലവബിളാണ്. അതുപോലെ എന്താ പറയേണ്ടത്, വരുന്ന മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സംഭവം എടുത്ത് അങ്ങ് റിപ്പോർട്ട് ചെയ്ത് വാർത്തയാക്കിയിട്ട് കൊല്ലത്താകെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കത്തേ ഇല്ല. അങ്ങനെ ഒരു സംഭവമേ കൊല്ലത്തില്ല. കൊല്ലം ഭയങ്കര എന്താണ്, വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്ഥലമാണ്. അവിടുത്തെ മനുഷ്യർ അതിലും സൂപ്പറാണ്. കൊല്ലത്ത് MLA ആയിരുന്ന മുകേഷായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഘടകമായിരുന്നു. കൊല്ലത്ത് പോസിറ്റീവുകളെ കുറിച്ച് ചോദിക്കണ്ടേ? മുകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന്റെ മലയാള സിനിമയ്ക്കകത്ത് കൊല്ലത്തിന്റെ ഒരു സംഭാഷണ ശൈലിയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരമല്ലേ. എന്തോന്നടയെന്നൊക്കെ ചോദിക്കുന്ന കേട്ടാൽ തന്നെ നമുക്ക് കൊല്ലം എന്നുള്ള ഒരു ഫീല് വരുമല്ലോ. ഇപ്പോഴത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പോക്ക് നേരായ പോക്കാണോ? എന്താണ് ചിന്തേൻ്റെ ഒരു അഭിപ്രായം? ഇപ്പം എല്ലാ കാലഘട്ടത്തിലും വിദ്യാർത്ഥികളാണ് സമൂഹത്തിലെ പ്രശ്നങ്ങളോട് ഏറ്റവും തീവ്രമായി പ്രതികരിക്കുന്നത്. അതിപ്പം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം. സ്കൂളും കോളേജും ഒക്കെ ഉപേക്ഷിച്ചല്ലേ അന്നത്തെ കുട്ടികളും അന്നത്തെ വിദ്യാർത്ഥികളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ഇന്ത്യയുടെ പ്രതിപക്ഷം ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ CJP നടത്തുന്ന സമരം, CJPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം, ആ മുദ്രാവാക്യങ്ങൾ, അവിടെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധം. അപ്പം എല്ലാ കാലഘട്ടത്തിലും ഫയർ ബ്രാൻഡുകളാണ് വിദ്യാർത്ഥികൾ.
വളരെ അഗ്രസീവായി വളരെ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന, ഒന്നിനെയും ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ. അപ്പം വിദ്യാർത്ഥിയായിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ SFI കാലഘട്ടമാണ്. ഉപാധികളില്ലാതെ കൂട്ടുകൂടാൻ പറ്റുക, എത്ര പിണങ്ങിയാലും തൊട്ടടുത്ത ദിവസം പെട്ടെന്ന് കാണുമ്പോൾ അതൊന്നും ഓർമ്മ കാണത്തില്ല. നമ്മൾ എന്തുകൊണ്ട് എപ്പോൾ ഒന്ന് എന്ന് ചോദിച്ച് കൂടെ കൂടുക, കമ്മറ്റിക്കകത്തൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരേ ബൈക്കിനകത്ത് പോവുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അതൊക്കെ നമുക്ക് ആ ക്യാമ്പസിൽ കിട്ടുന്ന ഒരു സ്നേഹവും അടുപ്പമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഇല്ല. SFIക്കാരും KSUക്കാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സൗഹൃദം ക്യാമ്പസിന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകാറുണ്ട്. കാരണം വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓർത്തെടുക്കാൻ പറ്റുന്ന മനോഹരമായൊരു സമയമാണ്. അതിലിങ്ങനെ എല്ലാ കാലത്തും ആ ഓർമ്മകളാണ് നമുക്ക് ഭാവിയിൽ കരുത്തും ധൈര്യവും നൽകുന്നത്. ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിനെ നേരിടാൻ പറ്റുന്നത് നമ്മുടെ ആ സ്കൂൾ കോളേജ് ടൈമിൽ നമ്മൾ ആർജിച്ചെടുത്തൊരു ധൈര്യം കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് പലപ്പോഴും ആ ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലെയും കുട്ടികൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവരാണ്. കാരണം അവരും പൊളിറ്റിക്കലി വളരെ ധാരണയുള്ളവരാണ്, വിഷയങ്ങൾക്കകത്ത് പ്രതികരിക്കുന്നവരാണ്. എനിക്ക് ഒരു കുട്ടിയെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ CJPയുടെ കേരള ഘടകത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടിയാണ് ഇഷ മറിയം, അല്ലേ? ഇഷ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇഷ മറിയം. ഞാൻ കടയ്ക്കൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയപ്പം കുട്ടി വേദിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർ മൈക്കിൽ സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ക്യാപിറ്റലിസത്തിനെതിരെ, അതേപോലെ തന്നെ ലോകത്ത് നടക്കുന്ന ഇപ്പം പലസ്തീനിലെ വിഷയങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡെപ്തായിട്ട് ആ കുട്ടി നന്നായി അവതരിപ്പിക്കുന്നു. ആ വിഷയങ്ങളെക്കുറിച്ച് നല്ല ധാരണയോടുകൂടി പുതിയ തലമുറ സംസാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. പുതിയ കാലം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു മുന്നേറ്റം രാജ്യത്തുണ്ടായി. രാജ്യത്തെ ഈ വർഗീയ ഗവൺമെൻറ്റിനെ ഇപ്പോൾ എല്ലാ എക്സാമും കച്ചവടം ചെയ്യുകയാണല്ലോ, എല്ലാ പരീക്ഷാ പേപ്പറും കച്ചവടം ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിനെല്ലാം എതിരെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ മാസ് മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാണാം. എല്ലാവിധ ആശംസകളും Thank you. ഇനി ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കട്ടെ. Okay. കുറച്ചും കൂടി മുന്നോട്ട് വരണം. ഇന്ന് സോഷ്യൽ മീഡിയയിലും എല്ലാം ആക്റ്റീവ് ആകണം. ഞങ്ങൾക്ക് ചിന്തയായിട്ട് തന്നെ ഇനിയും കാണണം. അപ്പോൾ അങ്ങനെ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.